ചിത്രൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു യാത്രയാണ് ചിത്രൻ ഇന്നലെ നടത്തിയത്. ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ എത്രത്തോളം സന്തോഷമുണ്ടോ അത് മാത്രമായിരിക്കും ഈ ഭൂമിയിൽ നമ്മൾ പോകുമ്പോൾ ഓർത്തിരിക്കാൻ നമ്മളെ കുടുംബക്കാർക്ക് പോലും എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടാകൂ. അങ്ങനെയാണ് ഞാൻ എൻ്റെ യാത്ര തുടങ്ങുന്നത്. ആഫ്രിക്കയിൽ പോയപ്പോഴത്തേക്കും തൊട്ടടുത്തൂടെ ഒരു ആഫ്രിക്കൻ മെയിൽ ലയൺ ഇങ്ങനെ തൊട്ടടുത്തൂടെ എന്ന് പറഞ്ഞാൽ വളരെ തൊടാവുന്ന അത്രയ്ക്കും അടുത്ത് അത് വന്നു. അപ്പോഴേക്കും ശരിക്കും ചെറിയൊരു പേടിയൊക്കെ തോന്നി. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു പാഷൻ എനിക്ക് കണ്ടിന്യൂ ചെയ്യണം. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എന്നും എനിക്ക് ഇൻസൾട്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. നമ്മുടെ ഗുരു എന്ന് പറയുന്നത് ശരിക്കും പ്രകൃതിയാണ്. മനുഷ്യൻ സ്വന്തമായി കണ്ടുപിടിച്ച ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അതാണ് ഭാഷ. ഭാഷ അനിവാര്യമല്ല ട്രാവൽ ചെയ്യാൻ എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കി തന്നു. ഏകദേശം 9 മാസത്തോളം വേണ്ടി വന്നു കേരളത്തിൽ നിന്ന് എനിക്ക് ഡൽഹി എന്ന് പറയുന്ന വലിയ പട്ടണത്തിലെത്താൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് കർണാടക ഫോറസ്റ്റുകളിലുള്ള ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്യാമറ ചാർജസ് അവർ ഭയങ്കരമായിട്ട് ചാർജ് ചെയ്യും എന്നുള്ളതാണ്. നോർത്ത് ഇന്ത്യൻ ഫോറസ്റ്റിലൊക്കെ 300 രൂപയുള്ളപ്പോൾ ഇവിടെ 1800 രൂപയ്ക്കാണ്. അവിടേക്ക് 300 രൂപയുള്ളൂ. യെസ്. ഒരു ഗൈഡും ഇല്ലാതെ ഇപ്പോൾ ഒരു സ്ഥലത്ത് ആ മിലൻ വില്ല എന്ന് പറയുന്ന അവിടെ ചെന്ന് നിൽക്കുകയാണ് ചിത്രൻ. ഇത് എങ്ങോട്ടാണ് പോകണമെന്ന് ചിത്രൻ എങ്ങനെ ഡിസൈഡ് ചെയ്യും? അത് പോകുന്ന കറക്റ്റാണോ എന്ന് എങ്ങനെ അറിയും? 10 മണിക്കൂറോളം നടന്നു പോയിട്ട് ആ പാതയല്ല എന്ന് തിരിച്ച് വന്നിട്ട് വീണ്ടും വേറെ 10 മണിക്കൂറോളം എനിക്ക് 2ാമത്തെ ദിവസം നടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം സാധാരണ ഒരു ആനയുടെ സൈറ്റിംഗ് എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോഴത്തേക്കും പതിവിൽ കൂടുതലായിട്ട് ആ കൂട്ടത്തിലൊരു 3-4 കൊമ്പന്മാരെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫൈറ്റ്. ഏതായാലും അതൊരു 1.5 മണിക്കൂർ നേരം നിന്ന് മുകളിൽ നിന്ന് ആനകൾ അറിയാതെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റി. ഹെലികോപ്റ്ററിലൊക്കെയാണ് മുകളിലൂടെ സഞ്ചാരികൾ പോകുന്നത് എനിക്ക് കാണാൻ സാധിക്കും. ഏകദേശം 10 കിലോമീറ്ററോളം ആൾക്കാരില്ലാത്തൊരു സ്ഥലം 11 മണിക്കൂറോളം നടന്നു വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. ആ കാട്ടിൽ ഞാൻ താമസിച്ചത് 3 ദിവസമാണ്. നമസ്കാരം. പണ്ടൊക്കെ പ്രിയ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ് തുടങ്ങായിരുന്നു. ഇപ്പോൾ അത് പ്രിയ സുഹൃത്തുക്കളെ എന്ന് പറയാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ചിത്രൻ അതിൻ്റെ പേറ്റൻ്റ് എടുത്തിരിക്കുന്നതാണ് പറയുന്നതാണോ ചിത്ര? ഓക്കെ, എന്തായാലും യാത്രയുടെ പുതുവഴികൾ എന്ന് പറയുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വഴികൾ തേടി പോകുന്നത് എന്നും നമ്മൾ 3 പേരെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ പുതിയ വഴിയിൽ നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. എൻ്റെ പേര് ശബരി വർക്കല. ഞാനൊരു ട്രാവൽ ബ്ലോഗറും അത്യാവശ്യം യാത്രാ വിവരണങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരുന്നതാണ്. ഇത് നമ്മുടെ ചിത്രൻ. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്ന് കേരള ജനത ഒന്നടങ്കം പറയുന്ന ഒരു പേരാണിത്. എല്ലാവർക്കും അറിയില്ല, എല്ലാവർക്കും അറിയാൻ ചാൻസ് പറയാം. അതിന് സമയമുണ്ടല്ലോ, നമുക്ക് ബാക്കി ഇവിടെ നിന്ന് അറിയിക്കാം. എന്തായാലും ചിത്രനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സന്തോഷം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ ഡോട്ട് ഗ്രീൻ ബിബിൻ ഒരുപാട് കാട് കയറി നടക്കുന്ന ഒരു മനുഷ്യനാണ്. നാട്ടിൽ കിട്ടാൻ പാടെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ എന്തായാലും നാട്ടിലേക്ക് നമ്മൾ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നിയമസഭയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ബിബിനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് സമയം മാത്രമാണുള്ളത്. നമ്മളെ വായനയാണെങ്കിലും യാത്രയാണെങ്കിലും ഉള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇത് നമ്മൾ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പാടാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവച്ചാലും ആ കഥകൾ പങ്കുവച്ചാലും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ യാത്ര എന്ന് പറയുമ്പോൾ ഇന്ന് ഒരുവിധം എല്ലാവർക്കും യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലേ. എന്നാൽ ഇന്ന് വർഷങ്ങൾക്കൊക്കെ മുന്നേ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് യാത്ര നമുക്ക് തുടങ്ങാൻ സാധിക്കും. അതായത് വർഷങ്ങൾക്കൊക്കെ മുന്നേ SK പൊറ്റക്കാട് ട്രാവൽ ചെയ്ത് യൂറോപ്പിലെത്തിയപ്പോൾ അവിടെ കണ്ടൊരു ജമൈക്കക്കാർ ചോദിച്ചു, താങ്കൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ കോഴിക്കോട് പുതിയറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ജമൈക്കക്കാരി ഉടനെ ചോദിച്ചത്, ഓ സോ യു ആർ ദ പ്രിൻസ് ഓഫ് പുതിയറ. അതായത് അന്നത്തെ കാലത്തെന്ന് പറയുന്നത് രാജാക്കന്മാർക്കും അല്ലെങ്കിൽ അതിസമ്പന്നർക്കും മാത്രമേ യാത്ര ചെയ്യാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് യാത്ര മാറിയിരിക്കുകയാണ്. ചിത്രം പോലുള്ള ആൾക്കാർ ഏതൊരു സാധാരണക്കാരനും ചിലപ്പോൾ കാശ് പോലും ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. കുറേ കാലക്ക് മുന്നേ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, ചേട്ടാ ഈ യാത്ര ചെയ്ത് മാത്രം ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത്. അന്ന് എനിക്കതിന് വ്യക്തമായ ഒരു മറുപടി നൽകാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് എൻ്റെ മുന്നിൽ അതിന് വ്യക്തമായ തെളിവോടുകൂടി എനിക്ക് ആൾക്കാരെ നൽകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ചിത്രൻ. അപ്പോൾ നമുക്ക് ചിത്രൻ്റെ തന്നെ തുടങ്ങാം അല്ലേ? സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? എനിക്കങ്ങനെ മൈക്കിലൊന്നും സംസാരിച്ച ശീലമില്ല. 3 വർഷം ശേഷം
1.5 മാസമേ ആയിട്ട് ഞാൻ നാട്ടിലെത്തിയത് മുതൽ ഇതുപോലെയുള്ള ഓരോ സ്റ്റേജിൽ ഇങ്ങനെ കയറി ഇറങ്ങുക. മൈക്കൊക്കെ പിടിക്കുമ്പോൾ ചെറിയ വേറെയൊക്കെ എനിക്ക് വരും കേട്ടോ, ആരും അത് മോശമായിട്ട് കാണരുത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ പോലെ നമ്മുടെ കഥകളൊക്കെ പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്റ്റേജിലിരിക്കുന്ന ആൾക്കാർക്കും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്തൊക്കെ ഡൗട്ടുകളാണ് നിങ്ങൾക്കുള്ളത് നമ്മൾക്ക് ചോദിക്കുക. ശബരിയേട്ടൻ തുടങ്ങിക്കോളൂ. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതാണ്. അതായത് യാത്ര ചെയ്ത് മാത്രം ജീവിക്കാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്തൊരാളാണ്. അപ്പോൾ ആ ഒരു തീരുമാനം, അങ്ങനെ ഒരു തീരുമാനം എടുത്ത ഒരു സമയം എങ്ങനെയാണ് യാത്രയിലേക്ക് വരാൻ തോന്നിയത്? എൻ്റെ ജീവിതത്തിലെ സാഹചര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല, മനുഷ്യൻ്റെ ജീവിതം വ്യത്യസ്തമാണല്ലോ. എനിക്ക് യാത്ര ഒരുപാട് ഇഷ്ടമാണ്. അത് വർക്ക് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു കാര്യമാണ്, ഒരിക്കലും സാധിക്കാത്ത ഒരു സ്വപ്നമായിരിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു പാഷൻ എനിക്ക് കണ്ടിന്യൂ ചെയ്യണം. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എന്നും എനിക്ക് ഇൻസൾട്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഞാൻ ചെയ്യുന്ന എന്ത് കാര്യത്തിലും അത് ചെയ്യരുത്, അത് മോശമാണ് എന്നും നമ്മൾ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്യാനാണ് എന്നോട് പറഞ്ഞിരുന്നത്. ഞാൻ എന്തെങ്കിലും ഒരു വലിയൊരു കാര്യം പറയുമ്പോൾ എന്നെ കളിയാക്കാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതൊന്നും എന്നെപ്പോലെ ഒരാൾക്ക് സ്വപ്നം കാണാൻ പറ്റാത്തതാണ് ഇത്രയും ദൂരമുള്ളൊരു സഞ്ചാരം. അതിന് ലക്ഷങ്ങൾ വേണം. പൈസ ഉള്ളവർ പോയിക്കോട്ടെ, നിനക്ക് പൈസ ഇല്ലെങ്കിൽ നീ ഗൾഫിലൊക്കെ പോയി ഒരു 10-20 വർഷം ജീവിക്കൂ, എന്നിട്ട് ആ പൈസ കൊണ്ട് നീ യാത്ര ചെയ്തോളൂ. അങ്ങനെ ഒരു സ്വപ്നമാണ് ഞാൻ കാണുന്നതെങ്കിൽ വലിയൊരു വ്യത്യാസമാണ്. എൻ്റെ ആരോഗ്യമുള്ള സമയമാണ് എല്ലാ മനുഷ്യർക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ എത്രത്തോളം സന്തോഷമുണ്ടോ അത് മാത്രമായിരിക്കും ഈ ഭൂമിയിൽ നമ്മൾ പോകുമ്പോൾ ഓർത്തിരിക്കാൻ നമ്മളെ കുടുംബക്കാർക്ക് പോലും എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടാകും. അങ്ങനെയാണ് ഞാൻ എൻ്റെ യാത്ര തുടങ്ങുന്നത്. എത്രമാത്രം ആൾക്കാർ എന്നെ കളിയാക്കിയാലും എനിക്ക് സാരമില്ല എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഒരു ചെറിയൊരു ബാഗും എടുത്ത് എൻ്റെ നാട്ടിൽ നിന്ന് നടന്നിറങ്ങി ഒരു യാത്ര ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. നടന്നിറങ്ങിയെന്ന് ചോദിക്കുമ്പോൾ എവിടെ കിടന്നിറങ്ങുമെന്നോ എന്ത് ഭക്ഷണം കഴിക്കുമെന്നോ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാണുന്ന സ്ഥലമാണ് എൻ്റെ വീട്, അവിടെ കിടന്നുറങ്ങിയൊക്കെ യാത്ര ചെയ്യുക എന്നൊരു പ്ലാൻ ചെയ്തു. അതായത് എന്നെ കാണുമ്പോൾ ഏതോ ഒരു ദരിദ്രനായൊരു വ്യക്തി ഒരു മോശം വസ്ത്രം ധരിച്ച് കണ്ട കാടും മലയൊക്കെ കയറി പോകുന്നു എന്ന് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആൾക്കാർ എന്നോട് പറയായിരുന്നു. ശബരിയേട്ടനിപ്പോൾ എന്നോട് പറഞ്ഞതുപോലെ ഇതിലേക്ക് ഇറങ്ങാനൊരു കാരണം, മൊബൈൽ ടവറിൽ ഡീസൽ ഫില്ലിംഗ് ആയിരുന്നു എൻ്റെ ജോലി ഉണ്ടായിരുന്നത്. 24 മണിക്കൂറോളം 60-70 ലിറ്ററോളം ഞാൻ ക്യാരി ചെയ്യും. ഏകദേശം ഒരു ദിവസം 1000 ലിറ്ററോളം ഡീസൽ എനിക്ക് മലയൊക്കെ കയറി അടിക്കേണ്ടി വരും. ഒരു ദിവസം പോലും എനിക്കൊന്ന് കിടന്നുറങ്ങാനോ സന്തോഷത്തോടെ ചിരിക്കാൻ പോലും ആവാത്ത ഒരു ജോലിയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. എന്നും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതം, തിരക്ക് പിടിച്ചൊരു ജീവിതം. ഒരു ദിവസം എനിക്ക് ഇതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും മാറണം, ഒരു യാത്ര പോകണം. പക്ഷേ 5000 രൂപ 6000 രൂപ പോലും എനിക്ക് സേവിങ്സിന് ഇല്ലാത്തൊരു സമയമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ 5000 രൂപ 10000 രൂപ സേവിങ് ചെയ്തിട്ടില്ല. 15000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഈ ഒരു സാലറി ക്രെഡിറ്റ് ആയാൽ മുഴുവൻ ഞാൻ എൻ്റെ വീട്ടിൽ കൊടുക്കും, എൻ്റെ വണ്ടീൻ്റെ ലോണും കാര്യങ്ങളായിട്ട് പോകും. പക്ഷേ ഇതല്ല ജീവിതം, നമ്മുടെ സ്വപ്നമാണ് ജീവിതം. പാഷന് പുറകെ ഓടണം എന്നൊരു ആഗ്രഹം എന്നിലേക്ക് വന്നു തുടങ്ങി. അങ്ങനെ ഒരു ഇതിലാണ് 2022 നവംബർ 1 ഞാൻ എൻ്റെ വീട് വിട്ടിറങ്ങി ഈ ഒരു യാത്ര ഇറങ്ങുന്നത്. വീട് വിട്ടിറങ്ങിയെന്ന് പറയുന്നത് അമ്മയോടൊക്കെ ഇഷ്ടമില്ലാണ്ട് പോയതല്ല കേട്ടോ. എൻ്റെ അമ്മ എൻ്റെ കൂടെ നിന്ന് എന്നും വിളിച്ച് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും കാൽനട സഞ്ചാരം ആരംഭിക്കുന്നത്. അങ്ങനെ ദൂരേക്ക് എത്തി ഇപ്പം നിങ്ങളിലേക്ക് തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പതുക്കെ കാട് കയറാം. ഇനി അടുത്തത് ബിബിൻ്റെ അടുത്താണ്. കാടെന്ന് പറയുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, കാടിനോടൊരു ഇഷ്ടം പലർക്കും ഉണ്ടാവും. അത് എല്ലാവർക്കും ആ ഇഷ്ടം സത്യസന്ധമാവണമെന്നില്ല. ബിബിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരുന്നു ഈ കാട് കയറാനുണ്ടായിരുന്ന ഒരു സാഹചര്യം? കുട്ടിക്കാലത്തെ ഈ കാടിനോടുള്ളൊരു ഇഷ്ടമുണ്ടോ? തീർച്ചയായിട്ടും കുട്ടിക്കാലം മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ കാട് കയറ്റം തുടങ്ങിയത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണെന്ന് ഞാൻ പറയും. കാരണം അന്നേരം കയറിയ കാട് വളരെ ചെറിയ കാടായിരുന്നു എന്നേ ഉള്ളൂ. ഞങ്ങളുടെ വീടിന് ചുറ്റും, ഞാൻ കണ്ണൂരിലെ ആലക്കോട് എന്ന് പറഞ്ഞൊരു മലയോര മേഖലയിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പം അവിടെ ആ സമയത്ത് എൻ്റെ ഈ 4-5 ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ്. അപ്പം ആ സമയത്ത് അവിടുത്തെ മലയോര മേഖലയിലൊക്കെ തന്നെ നല്ലൊരു വിഭാഗം കാടാണ്. അപ്പം ചെറിയ കാടാണ്, വലിയ ആനിമൽസൊന്നുമില്ല. ആ കാട്ടിൽ ചെറുപ്പത്തിൽ കയറി തുടങ്ങി. ഭയങ്കര താല്പര്യമായിരുന്നു കാടിനോട്. അപ്പോൾ അങ്ങനെ കയറും. വീക്കെൻഡ്സും അല്ലെങ്കിൽ ഇതുപോലെ അവധിക്കാലമൊക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടുത്തെ കുറേ കുട്ടികൾ പൊതിച്ചോറൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നടന്ന് വെറുതെ ഓരോ മലകൾ കയറിപ്പോവും. കയറി തിരിച്ചു വരും. ഭയങ്കര സന്തോഷമാണ്. എന്തെങ്കിലും ഒരു ചെറിയ കുറുക്കനെയോ അല്ലെങ്കിൽ ഒരു എന്നാ പറയണ്ടേ ഒരു മൊയിലിനെയൊക്കെ കണ്ടാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പം അത് അന്നേ ഇത്തരം മൃഗങ്ങളെ അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസിനെ കാണാൻ ഭയങ്കര സന്തോഷമാണ്. തീർച്ചയായിട്ടും, അതെ. അപ്പോൾ ആ ഇൻട്രസ്റ്റ് പതിയെ കുറച്ചുകൂടെ വളർന്നപ്പോഴത്തേക്കും തൊട്ടടുത്ത് പൈതൽമലയുണ്ട് ഞങ്ങൾക്ക്. ആലക്കോട് ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ പോയാൽ മതി. പക്ഷേ പൈതൽമല മല കയറുന്നതിനേക്കാട്ടിലുപരി അത് കാപ്പിമല വഴി പോകുമ്പോൾ, പൈതൽമല പോയിട്ടുള്ളവർക്കറിയാം, ഒരു സൈഡ് കുടക് ഫോറസ്റ്റാണ്. അപ്പോൾ ആ കാട്ടിൽ കൂടെ കയറി പോകാൻ പറ്റും.
അപ്പോൾ അന്ന് അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ആ സമയത്തൊന്നും. അപ്പോൾ ഞങ്ങൾ ആ കാട്ടിൽ കൂടെ കയറാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ പലതവണ പൈതൽമല പോയിട്ടുണ്ട്. അവിടെ കുറച്ച് ഈ വാരിക്കുഴികളൊക്കെ ഇല്ലേ പഴയ? ഉണ്ട് കാടിനകത്ത്. കാരണം മലയോര മേഖലയിൽ കുടിയേറ്റ കർഷകർ ഉണ്ടാക്കിയതായിരിക്കാം. അപ്പോൾ അങ്ങനെ ആനയുടെ പ്രസൻസ് ഒക്കെ ഉള്ള കാടാണ്. പക്ഷേ ഞാൻ ഇതുവരെ അവിടെ ആനയൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ തുടങ്ങി. പിന്നീട് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയമായപ്പോഴത്തേക്കും പതിയെ നേച്ചർ ക്ലബിലേക്കൊക്കെ ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ നിന്നാണ് ആദ്യത്തെ റിസർവ്ഡ് ഫോറസ്റ്റ് അല്ലെ ടൈഗർ റിസർവുകളൊക്കെ സന്ദർശിച്ചു തുടങ്ങിയത്. ആദ്യമായിട്ട് ഞാൻ വരുന്ന വലിയൊരു കാടെന്ന് പറഞ്ഞാൽ പറമ്പിക്കുളമാണ്. അപ്പോൾ ആ സമയത്ത് നേച്ചർ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് 2004 ഞാൻ പറമ്പിക്കുളത്ത് വന്നു. പിന്നെ മെല്ലെ കിട്ടിയ സാധ്യതകളൊക്കെ നേച്ചർ ക്ലബിൻ്റെ ആ ഒരു ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ മുഴുവൻ ക്യാമ്പുകളും ഞാൻ അറ്റൻഡ് ചെയ്തു. അങ്ങനെ പതിയെ കാടിനോടുള്ള ഇഷ്ടം കൂടി ഒടുവിൽ എന്നാ പറയണ്ട, ഇപ്പം ആഫ്രിക്കൻ ഇപ്പോൾ ബാക്കിയുള്ള എല്ലാവരെയും കാടിനോട് ഇഷ്ടപ്പെടുത്തി തുടങ്ങി അല്ലേ, എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ. അപ്പോൾ പിന്നെ ഞാനിത് വീഡിയോയിലേക്കൊക്കെ തുടങ്ങിയത് എനിക്കൊന്ന് ഒരു 5-6 വർഷമായിട്ടുള്ളൂ. ഇതുപോലെ കാട് ഒക്കെ യാത്രയും ഇഷ്ടമായിരുന്നു കേട്ടോ. കാട് മാത്രമല്ല അല്ലാതെ യാത്രകളും ചെയ്യും. പക്ഷേ കൂടുതലും നേച്ചർ അല്ലെങ്കിൽ പ്രകൃതി, അങ്ങനെ ഹിൽ സ്റ്റേഷൻസ്, അങ്ങനെ സ്ഥലങ്ങളായിരുന്നു ഇഷ്ടം. അപ്പോൾ അങ്ങനെ തുടങ്ങിയ യാത്ര പതിയെ സുജിത് ഭക്തൻ്റെ വീഡിയോസ്, ശബരിച്ചേട്ടൻ്റെ വീഡിയോസ്, ആ സമയത്ത് വളരെ യുണീക്കായിട്ടുള്ള വീഡിയോസ് ശബരിച്ചേട്ടൻ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര അട്രാക്റ്റഡ്. ഞാൻ വളരെ കുറച്ച് വീഡിയോസേ കാണുള്ളായിരുന്നു. അതിൽ ഒന്ന് ശബരിച്ചേട്ടൻ്റെ വീഡിയോ ആയിരുന്നു. അങ്ങനെയാണ് ഞാനും യാത്ര ചെയ്യുന്നുണ്ടല്ലോ, ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുത്താലോ എന്ന് തോന്നിയത്. വീഡിയോഗ്രാഫിയോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞിട്ടോ പഠിച്ചിട്ടോ അല്ല, വെറുതെ മൊബൈൽ എടുത്ത് തുടങ്ങി പതിയെ ഗാഡ്ജറ്റ്സൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് ഇപ്പം എടുക്കുന്ന വീഡിയോസിൻ്റെ രീതിയിലേക്ക് വന്നു എന്നുള്ളതാണ്. ഞാൻ ഉച്ചയ്ക്ക് ബിരിയാണി മേടിച്ച് കൊടുത്തായിരുന്നു കേട്ടോ, എൻ്റെ പേര് പറയണമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇനി ചിത്രത്തിലേക്ക് വരാം. ചിത്രനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഇന്ന് മനസ്സിലാക്കിയ വലിയൊരു സത്യം എന്ന് പറയുന്നത്, ചിത്രൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു യാത്രയാണ് ചിത്രൻ ഇന്നലെ നടത്തിയത്. അതായത് കണ്ണൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ട്രെയിനിൽ വന്നത്. ഫസ്റ്റ് ടൈമാണ് പോലും അങ്ങനെ ഒരു ട്രെയിനിൽ വന്നത്. ആണോ? അതെ. എന്തായിരുന്നു ആ ട്രെയിനിൽ കയറിയപ്പോൾ ഒരു എക്സ്പീരിയൻസ്? ഇത്രയും ലോങ് ട്രെയിൻ യാത്ര ചെയ്തത് വന്ദേ ഭാരതാണ്. ഞാൻ ഇന്ത്യയിൽ ഇത്രയും മനോഹരമായ ട്രെയിൻ ഉണ്ടെന്ന് അറിഞ്ഞത് ഈ ഒരു ട്രെയിനിൽ വന്ന ശേഷം. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നല്ല എന്താ പറയുക, ഒരു വിമാനത്തിലൊക്കെ വന്ന ഒരു ഫീലായിരുന്നു കേട്ടോ. നിങ്ങൾക്കിത് തമാശയായിരിക്കാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ വന്നിട്ട് അത്രേ ആയുള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ ചിന്തകളും ഞാനൊക്കെ ഇപ്പോഴും കാട്ടിനകത്താണ്. പെട്ടെന്നൊരു ടെൻറ്റ് തുറന്നിട്ട് ഞാൻ കാണുന്നതൊക്കെ മഞ്ഞുമലകളാണ്. അതൊക്കെ മാറി ഞാനിപ്പം കാണുന്നത് ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഒരു ട്രെയിൻ യാത്ര വന്നപ്പം ഒരുപാട് സന്തോഷം തോന്നി, ഒരു ലോങ് യാത്ര. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് വരെ യാത്ര ചെയ്തിട്ട് ആ മനുഷ്യൻ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു പരിപാടിയിലേക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ട്രെയിനിൽ കയറിയതെന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ പ്രോഗ്രാമിന് അതിന് ഒരു ബിഗ് ക്ലാപ്സ് കൊടുക്കാം എല്ലാവർക്കും. യെസ്, ഇനി എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എന്തുകൊണ്ട് അങ്ങ് പോയി? അതായത് സാധാരണ ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്നതെന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് അയൽ ജില്ല എന്നൊക്കെ പറയുന്ന ഒരു അത്ഭുതമായിരുന്നു. അയൽ സംസ്ഥാനം എന്നൊക്കെ പറയുന്നത് ഒരു മഹാ അത്ഭുതമായിരുന്നു. അതിനപ്പുറത്തേക്ക് ഹിമാചലൊന്നും അല്ലെങ്കിൽ നേപ്പാളോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും നമ്മളെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലായിരുന്നു. എന്താ അങ്ങെത്തിയത് ആദ്യമായിട്ട്? എന്താണ് അതിനുള്ള പ്രചോദനം? അവിടെ പോകണമെന്ന് തോന്നിയത് എന്തുകൊണ്ട്? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് പോയത്? ഞാൻ പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്, പലരും വിചാരിക്കുന്നത് ഈ ഇന്നലെയാണ് ഇത്രയും ലോങ് ജേർണി ട്രെയിനിൽ നടത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹിമാചൽ വരെ എങ്ങനെ പോയി എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. അത് പലരും മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നിന്ന് സംസാരിക്കാൻ പറ്റുമോ? യാ ഷുവർ. കുറേ നാളെന്താ നിന്നും നടന്നൊക്കെ ആയിട്ട് ശീലം. അപ്പോൾ ഒരു സ്ഥലത്തും ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ശബരിയേട്ടൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഡൽഹി വരെ എത്തിയത് നടന്നും ലോറിക്കൊക്കെ കയറിയിട്ടാണ് കേട്ടോ. ഏകദേശം 9 മാസത്തോളം വേണ്ടി വന്നു കേരളത്തിൽ നിന്ന് എനിക്ക് ഡൽഹി എന്ന് പറയുന്ന വലിയ പട്ടണത്തിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ അതിൻ്റെ പ്രതിസന്ധികളെന്ന് പറയുന്നത്, വസ്ത്രമൊക്കെ ഇല്ല. നമ്മൾക്ക് മലയാളികൾക്ക് ആർക്കെങ്കിലും ഒരു ദിവസം വസ്ത്രം മാറ്റാണ്ടിരിക്കാൻ പറ്റുമോ, കുളിക്കാണ്ടിരിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു കുറവായിരിക്കും. എൻ്റെ യാത്രയിൽ ഞാനൊരു കുപ്പായം തന്നെ 5-10 ദിവസം ഉപയോഗിക്കും. എൻ്റെ വസ്ത്രത്വം കണ്ടിട്ട് വഴിയിലൂടെ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പൈസ വാങ്ങുന്ന ഭിക്ഷാടകർ എനിക്ക് ഭക്ഷണം വാങ്ങി തന്നിട്ടുണ്ട്. അതായത് അവരെക്കാട്ടി മോശമായിട്ട് ഒരാൾ ഇങ്ങനെ അവരുടെ സൈഡിലൂടെ നടന്നു പോകുമ്പോൾ അവരെനിക്ക് ഭക്ഷണം വാങ്ങി തരുമോ, വടാപ്പാവും മിച്ചറും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് തരുമോ. എന്നെ സംബന്ധിച്ചോളം എനിക്കതൊക്കെ വിശപ്പടക്കാനുള്ളൊരു മാർഗ്ഗമായിരുന്നു. എന്നാലും ഞാൻ അവിടെ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ വസ്ത്രത്തിലും അവനിട്ടിരിക്കുന്ന ഷൂവിലൊക്കെ ഒരുപാട് വിലയുണ്ട് കേട്ടോ. ഒരാളെ മോശം വസ്ത്രമാണെങ്കിൽ അയാൾ മോശമാണെന്ന് ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്, അവനെക്കാട്ടി താഴ്ന്ന ഒരാളാണെന്ന് ചിന്തിക്കുന്നുണ്ട്. യാത്രയിൽ ഞാൻ കുറേ ഫേസ് ചെയ്തായിരുന്നു കേട്ടോ. ഒരു നല്ലൊരു കടയിലൊക്കെ പോയി ഇരിക്കുമ്പോൾ എന്നോട് ഇവിടെ ഇരിക്കണ്ട, ഇവിടെ കുറേ ആൾക്കാർ വന്ന് ഇരുന്നാൽ
നമ്മൾക്ക് മോശമാണ്, നമ്മളെ കച്ചവടമൊന്നും നടക്കില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തിരിക്കുക. മാന്യമായ രീതിയിൽ എന്നോട് പുറത്തു പോകാൻ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ അതിലൊന്നും എനിക്കൊരു വിഷമവുമില്ല. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും ഈ ഭൂമിയിൽ നിന്നും മരിച്ചു പോകുന്ന ആൾക്കാരാണ്. എല്ലാവരും ഒരുപോലെ കാണാൻ വേണ്ടി നമുക്ക് ആവണമെന്നില്ല. പക്ഷെ എൻ്റെ ഈ ഒരു യാത്രയിൽ സാധാരണയുള്ള മനുഷ്യരില്ലേ, അവരിൽ എനിക്ക് നല്ല മനുഷ്യത്വം കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒന്നുമില്ലാത്തവരൊക്കെ എന്നെ കൈപിടിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. വയ്യോരത്തിൽ കിടന്നുറങ്ങുന്ന ആൾക്കാരുടെ കൂടെ ഞാനും വയ്യോരത്തിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്, അവരോട് കൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ചോദ്യം കണ്ടിന്യൂ ചെയ്തോ എന്നൊക്കെ. അല്ല, എന്തുകൊണ്ട് അങ്ങ് അവിടെ സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ കേരളം, തമിഴ്നാട്, തെലുങ്കാന ഒക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഹിമാചലിൽ പോകണം എന്ന് തോന്നി? ഞാൻ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കൂടുതൽ കാണും. HBO എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, എപ്പോഴും അത് കാണും. ഇംഗ്ലീഷൊന്നും അറിയില്ലെങ്കിലും അവരുടെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു, നല്ല മഞ്ഞ് മലകളും താഴ്വരകളും. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഞാനിങ്ങനെ ഹിമാചൽ പ്രദേശ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പം ആ പ്രൊഫൈൽ തന്നെ കാണുന്നത് എന്തൊക്കെയോ സ്ഥലങ്ങളാണ്, നമ്മളൊന്നും കാണാത്ത തരത്തിലുള്ള, അതായത് നോട്ട് ബുക്കിൻ്റെ ചട്ടകളിലൊക്കെ കാണുന്നത് പോലെയുള്ള സ്ഥലങ്ങൾ. എനിക്ക് ആഗ്രഹമാണ്, ഇത് സത്യമാണോ, അത് എഡിറ്റ് ചെയ്ത് ഇട്ടിട്ട് ആൾക്കാരെ പറ്റിക്കുന്നതാണോ? അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മഞ്ഞുമല കാണണം. മഞ്ഞുമല കാണാൻ വേണ്ടി മാത്രമായിരുന്നു ഞാൻ ഈ ഒരു യാത്ര തുടക്കം കുറിച്ചത്. എങ്ങനെയും മഞ്ഞുമല കണ്ട് തിരിച്ച് വീട്ടിലേക്ക് കയറണം എന്ന ആഗ്രഹത്തിൽ തുടങ്ങിയൊരു യാത്രയാണ്. അവിടെ പോകുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ചെറിയൊരു കാര്യമല്ലായിരുന്നു കേട്ടോ. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഗൈഡിനെ വെച്ച് പോകണമെങ്കിൽ 2 ലക്ഷം രൂപയൊക്കെ പറഞ്ഞപ്പം ആഗ്രഹം ഒന്ന് താഴ്ന്നു പോയി. ഇത്രയും പൈസ വേണം ഒരു മഞ്ഞുമല കാണാൻ വേണ്ടി? ആ ഒരു സമയത്താണ് ഗൈഡെന്ന് പറയുന്നത് കരടികളും പുലികളൊക്കെയുള്ള സ്ഥലമാണ്. ശബരിയാട്ടനും വിപുരാട്ടനും അറിയായിരിക്കും, നല്ലതുപോലെ ആനിമൽസുള്ള ഏരിയ ആണ്. അതുകൊണ്ടാണ് ആൾക്കാർ ഗൈഡിനെ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ എനിക്ക് സാധിക്കില്ല എന്നൊരു മനസ്സിൻ്റെ ചെറിയൊരു ബോധം വന്ന് തുടങ്ങി. ഇത് ഭയങ്കര അപകടമാണ്, വാഹനത്തിലല്ലാതെ അവിടെ അലോഡ് ചെയ്യില്ല. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ മനസ്സിൽ വന്നു, ഇനി ഞാൻ ഈ ഒരു യാത്രയിൽ പൈസേൻ്റെ പ്രശ്നം കൊണ്ട് തിരിച്ച് വന്നാൽ എന്താ നേട്ടമുള്ളത്? നാട്ടിലാണെങ്കിൽ മൊത്തം പാടി നടന്നു, ഞാൻ ഹിമാലയം കാണാൻ പോവുകയാണ്, ഞാൻ വലിയ ഹിമാലയമൊക്കെ കണ്ടിട്ട് തിരിച്ചു വരൂ, നിങ്ങളെല്ലാവരും കണ്ടോളൂ. അതായത് എന്നെ കളിയാക്കിയ ആൾക്കാരെ മുമ്പിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ ഭയങ്കര മടിയാണ്. കാരണം അങ്ങോട്ട് തിരിച്ചു വരുമ്പം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കയ്യടി വേണം, ഇല്ലെങ്കിൽ ആൾക്കാരെങ്കിലും ഈ ഒരു വീഡിയോ കാണണം, ഇല്ലെങ്കിൽ ഇങ്ങനൊരു സ്ഥലങ്ങളുണ്ടെന്ന് എന്നിലൂടെ അറിയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സാധാരണക്കാരനായ മനുഷ്യർക്കും സഞ്ചരിക്കണം, എല്ലാവരും സഞ്ചാരികൾ തന്നെയാണ്, പക്ഷേ സ്വപ്നങ്ങൾ മനുഷ്യർക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഈ എന്നെ കളിയാക്കിയ ആൾക്കാരുടെ മുമ്പിലേക്ക് ഒരിക്കലും എനിക്ക് തിരിച്ചു വരിക, എനിക്കൊരു ഈഗോ പ്രശ്നം വന്നു, ഭയങ്കര വാശി ജീവിതത്തിൽ വന്ന്. അതല്ല ജീവിതം, എന്നെങ്കിലും നമ്മൾ നടന്ന് നീങ്ങുക. എൻ്റെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്, എൻ്റെ രാജ്യമാണ്, നമ്മുടെ എല്ലാവരും രാജ്യമാണ്. എനിക്കൊരു ആധാർ കാർഡ് ഉണ്ട്, ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലും എനിക്ക് പോകാൻ സാധിക്കും. ആ ഒരു റൂൾസ് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്. ആ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ തെരുവുകളിലൂടെ നടന്നിറങ്ങിയത് ഡൽഹിയും കഴിഞ്ഞ് ഹിമാചൽ പ്രദേശ് എന്ന സംസ്ഥാനത്തിലാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയുള്ള സ്ഥലം കണ്ടിട്ടില്ല. സിനിമകളിലും സ്വപ്നങ്ങളിലും നോട്ട് ബുക്കിൻ്റെ ചട്ടകളിലൊക്കെ കണ്ടതുപോലൊരു സ്ഥലം. അത് ശരിക്കുമായിരുന്നു കേട്ടോ, അതൊക്കെ കള്ളത്തരമല്ല, ശരിക്കുമായിരുന്നു. ഞാൻ ഈ പട്ടണങ്ങളിലൂടെയൊക്കെ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോയത്. എനിക്ക് ഭക്ഷണത്തിനായാലും കിടന്നുറങ്ങാനൊക്കെ ആയാലും തെരുവുകളും റെയിൽവേ സ്റ്റേഷനൊക്കെയാണ് ആശ്രയം ഉണ്ടായിരുന്നത്. പക്ഷേ ഹിമാചൽ പ്രദേശിലെത്തിയപ്പോൾ നേരെ തിരിഞ്ഞു കേട്ടോ. ഒരു നല്ലൊരു പച്ച വിരിച്ചൊരു താഴ്വര കണ്ടപ്പോൾ ഞാൻ അവിടെ ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങി. അപ്പോൾ എന്നെ തേടി അവിടുത്തെ പോലീസുകാർ വന്നു, ഗ്രാമവാസികൾ വന്നു. അവരൊക്കെ എന്നോട് ചോദിച്ചത് എൻ്റെ ആധാർ കാർഡോ എൻ്റെ മതമോ ജാതിയോ ഒന്നുമല്ല, നിനക്ക് ഭക്ഷണം വേണമെന്നാണ് ചോദിച്ചത്, എൻ്റെ വീട്ടിലേക്ക് വരുന്നതെന്നാണ് ചോദിച്ചത്. ഞാൻ കാണുന്ന ആൾക്കാർക്ക് പുഞ്ചിരിയുണ്ട്, സന്തോഷമുണ്ട്. അതായത് ഒരാളെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് ചിരിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ആൾക്കാർ, തൊപ്പിയും വാല് പോലെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള നല്ല സുന്ദരന്മാരായ ജനങ്ങളുള്ള ഒരു സ്ഥലത്തേക്കാണ് എത്തിപ്പെട്ടത്. അവിടെ നിന്നാണ് എനിക്ക് മഞ്ഞുമലകളോട് പ്രണയം തോന്നിയത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നെ പ്രണയിക്കുന്നത് പോലെ പർവ്വതങ്ങളോട് എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ആ പർവ്വതങ്ങൾ കണ്ട് കണ്ട് പിന്നെ എനിക്ക് പട്ടണങ്ങളിലേക്ക് വരാൻ മടിയായി. ജീവിതത്തിലെന്നും താഴ്വരകൾ വേണം, നദികൾ വേണം, ചിരിക്കുന്ന മനുഷ്യർ വേണം, തണുപ്പ് വേണം. ചൂടിലേക്ക് വരാൻ എനിക്ക് മടിയായി. എന്നും എനിക്ക് തണുപ്പ് വേണം എന്നൊരു ചിന്തയിലോടുകൂടി ഞാൻ പർവ്വതങ്ങളിലൂടെ ഏകദേശം 2 വർഷം ഞാൻ നടന്ന് സഞ്ചരിച്ചെന്ന് പറയാം. അപ്പോൾ ഈ ഒരു സഞ്ചാരത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ചിത്രൻ സ്വന്തമായിട്ട് പല സ്ഥലങ്ങളിലും പോയിട്ട് കുക്ക് ചെയ്യാറുള്ളത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യനും കൂടെയാണ്, അതായത് ഇത്രയും സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടാവുമല്ലോ, ഒരുപാട് ഗ്രാമങ്ങളിൽ ആ ഗ്രാമങ്ങളിലെ ആൾക്കാർ ഉണ്ടാക്കി തരുന്ന ഫുഡ് കഴിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചൊക്കെ പറയണമെങ്കിൽ എനിക്ക് ഹോട്ടലിനേക്കാളും എനിക്ക് ഇഷ്ടമെന്ന് പറയുന്നത്, ഞാൻ ഈ തമിഴ്നാട്ടിലാണ് കൂടുതൽ യാത്ര ചെയ്യുന്നത്. അവിടെ ഈ എസ്റ്റേറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആ ചേച്ചിമാർ ഈ പുളിയോദര, തൈര് സാദം, സാമ്പാർ സാദമൊക്കെ വീട്ടിലുണ്ടായിക്കൊണ്ട് വരും. അതിനൊരു അസാധ്യ ടേസ്റ്റാണ്, അതൊരിക്കലും നമുക്ക് ഹോട്ടലിൽ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഇന്നും നാവിൽ സൂക്ഷിക്കുന്ന, മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ഭക്ഷണം ഉണ്ടെങ്കിൽ അത് ഏത് ഭക്ഷണമാണ്, അത് എങ്ങനെയാണ് ആ ഭക്ഷണം കഴിക്കാനുണ്ടായ ഒരു സാഹചര്യം, ആ മനുഷ്യരെ ഇപ്പോഴും ഓർക്കുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച്?
തീർച്ചയായിട്ടും ധാരാളം ഭക്ഷണമുണ്ട് എൻ്റെ നാവിൽ. അതിൻ്റെ പേരൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ ചിരിക്കുകയൊക്കെ ചെയ്യും. മസാലയൊന്നും ഇല്ലാത്ത വെള്ളക്കറി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. നമ്മുടെ സംസ്ഥാനമായ നമ്മുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലെ ചൈനക്കും ടിബറ്റിനും ബോർഡറിനരികിൽ വരുന്ന ലുബ്രാങ് എന്ന ഹിമാലയത്തിലൊരു ഗ്രാമമാണ്. ലുബ്രാങ് എന്ന ഗ്രാമത്തിലെ ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് മുളകുമില്ല, ഒരു എരിവൊന്നും ഇല്ലാത്ത ഒരു വെള്ളക്കറി എന്ന് പറഞ്ഞാൽ ചീസാണ്. അവിടുത്തെ ജനങ്ങൾ ചീസ് വിറ്റ് ജീവിക്കുന്ന ഒരു മോൻബ ഗോത്രവർഗ്ഗമാണ്. പണ്ട് കാലത്തൊരു ഗോത്രവർഗ്ഗമാണ് മോൻബ ട്രൈബൽസ് എന്ന് പറയുന്നത്. അവർ വിശ്വസിക്കുന്നത് ബുദ്ധമതത്തിലും പ്രകൃതിയിലും മാത്രമാണ്. അവരുടെ നാട്ടിൽ പോയപ്പോൾ എനിക്ക് തന്നൊരു ഭക്ഷണത്തിൽ ചോറും ഒരു വെള്ളക്കറിയും ഉരുളക്കിഴങ്ങും ചീസും മാത്രം. വായിൽ വെക്കുമ്പോൾ നമ്മൾക്കൊരു രുചി പോലും അറിയാത്തൊരു ഭക്ഷണമാണ് എനിക്ക് അവർ വിളമ്പി തന്നത്. ആദ്യ സമയത്തൊക്കെ എനിക്കത് വേണ്ട പറയും. പക്ഷെ അത് വേണ്ട പറഞ്ഞാൽ എനിക്ക് വേറെ ഭക്ഷണം കഴിക്കാനില്ല. 2-3 ദിവസം കഴിച്ചപ്പോൾ ഒരു ദിവസം ഞാൻ ആ ഭക്ഷണം ഒഴിവാക്കിയപ്പം എനിക്ക് വീണ്ടും ആ ഭക്ഷണം വേണമെന്ന് മനസ്സിൽ ആഗ്രഹം വന്നു. ചീസൊക്കെ അറിയോ? ചീസ് കണ്ടിട്ടില്ലേ? ഈ ആക്കിൻ്റെ പാലിൽ നിന്നാണ് കേട്ടോ ഇവർ ചീസ് ഉണ്ടാക്കുന്നത്. അതായത് ഹിമാലയൻ ചീസ് എന്ന് പറയും. ചുരുപ്പി എന്നാണ് അവരെ ലോക്കൽ ഭാഷയിൽ പറയുക. ഇത് കഴിച്ചാൽ തടിക്കുമെന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഏകദേശം 15-20 ദിവസം കഴിച്ചപ്പോൾ എൻ്റെ ശരീരം ഇങ്ങനെ വീർക്കുവാണ്. എൻ്റെ മുഖത്തിനൊക്കെ ഭയങ്കര തടി, ചുണ്ടിൻ്റെ കളറൊക്കെ ചുവന്ന കളറ്. അപ്പോൾ എനിക്കറിയില്ല എന്താണ് എൻ്റെ ശരീരത്തിന് ഇങ്ങനെ ഒരു മാറ്റം വരുന്നത്. ഒന്ന് തണുത്ത കാലാവസ്ഥ, അവരെ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയാണ് കേട്ടോ ഒരു 20 ദിവസം കൊണ്ട് എൻ്റെ ശരീരത്തിന് തന്നത്. നമ്മളെല്ലാവരും അൽഫാമും ചിക്കനും മട്ടനൊക്കെ കഴിക്കുന്ന ആൾക്കാരല്ലേ. അതൊന്നും ഇല്ലാണ്ട് ആർക്കും നിൽക്കാൻ പറ്റില്ലെന്ന് ഇന്നത്തെ കാലത്ത് തോന്നുന്നു. പക്ഷേ ഒരു മസാല ഇല്ലാതെ അവർ തന്ന ഒരു ഭക്ഷണത്തിന് എൻ്റെ ശരീരത്തിൻ്റെ വ്യത്യാസം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നല്ല എനർജി ഉണ്ടായിരുന്നു, എനിക്കെന്നും സന്തോഷം ഉണ്ടായിരുന്നു. ആ ഭക്ഷണം ഇപ്പോഴും വേണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. അത് ചീസ് മാത്രം ഇട്ടൊരു കറിയാണ് എനിക്ക് ഓർത്തെടുക്കാനുള്ളത്. അതെപ്പോഴെങ്കിലും പിന്നെ വീട്ടിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കിയോ? ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചാൽ അത്രമാത്രം ഒറിജിനലായിട്ടുള്ള സാധനം ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാട് കയറിയിട്ട് അങ്ങോട്ട് വരാം. അതാണ് നല്ലത്. ശരി. ബിബിൻ, ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആദ്യം കുറേ കാലം ഞാൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഏതൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറിനും അയാൾ മനസ്സിൽ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അയാൾക്ക് എടുക്കണമെന്ന് തോന്നുന്ന ഒരു ഷോട്ട് ഉണ്ടാവും. അത് അയാളുടെ ഒരു ഡ്രീമാണ്. അത് കിട്ടാൻ ചിലപ്പോൾ വർഷങ്ങളും മാസങ്ങളും ഒക്കെ എടുത്തിരിക്കുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പണ്ട് ഈ 2 ആനകൾ കൊമ്പ് കോർക്കുന്നതായിരുന്നു എൻ്റെ ഒരു ഡ്രീം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷ്വൽ ഡ്രീം ഉണ്ടായിരുന്നോ? അത് എടുത്തു കഴിഞ്ഞോ അതോ ഇനി എടുക്കാനായിട്ടാണോ? എടുത്തു കഴിഞ്ഞെങ്കിൽ അതിൻ്റെ ഒരു സിറ്റുവേഷൻ കൂടി നമുക്കൊന്ന് പറഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാം. ശരിക്കും ഒരു പ്രത്യേക ഷോട്ടെന്നല്ല, ഒരു കുറേ ഒരു എന്നാ പറയണ്ടേ, ഒരു 5-6 ഫ്രെയിംസ് എടുക്കാൻ വേണ്ടിയിട്ട് മനസ്സിലുണ്ട്. അതിൽ 2-3 എടുത്തു കഴിഞ്ഞു, ബാക്കി എടുക്കാൻ കിടക്കുന്നുണ്ട്. അതിലിനി എടുക്കാൻ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒരെണ്ണം നമ്മുടെ കരിമ്പുലിയുടെ പടമാണ്. എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ കാലമായിട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ എല്ലാം ഒരു ഡ്രീമാണല്ലേ, കാരണം അത്രയ്ക്കും റെയർ ആയതുകൊണ്ടാണ്. പിന്നെ അതും അതിൻ്റെ പ്രത്യേകതയൊക്കെ അറിയാലോ. പുലി ഈ പറഞ്ഞ പോലെ കളർ മാറ്റം വന്നിട്ട് മെലാനിൻ ചേഞ്ചസ് വന്നിട്ട് വരുന്നതാണ്. അപ്പോൾ അത് അത്രയ്ക്കും റെയറാണ്. അതുകൊണ്ട് തന്നെ അതിന് കിട്ടാൻ പാടുമാണ്. ക്യാമറയിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. അപ്പം അതുകൊണ്ട് അതിനെ എടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ട്. അത് ഇതുവരെ നടന്നിട്ടില്ല. നടന്ന ഷോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ആഫ്രിക്കയിൽ പോയപ്പോഴത്തേക്കും തൊട്ടടുത്തൂടെ ഒരു ആഫ്രിക്കൻ മെയിൽ ലയൺ ഇങ്ങനെ തൊട്ടടുത്തൂടെ എന്ന് പറഞ്ഞാൽ വളരെ തൊടാവുന്ന അത്രയ്ക്കും അടുത്ത് അത് വന്ന് അതങ്ങനെ അവിടുത്തെ ഒരു സാധാരണ കാഴ്ചയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു വളരെ റെയറായിട്ടുള്ള മൊമെൻറ്റ്. പോരത്തിന് അത് അവിടെ വന്ന് നേരെ മുഖത്തോട്ടൊരു നോട്ടവും കൂടെ. അപ്പോഴേക്കും ശരിക്കും ചെറിയൊരു പേടിയൊക്കെ തോന്നി. പക്ഷേ അതായിരുന്നു ഞാൻ ക്യാപ്ചർ ചെയ്തതിൽ എനിക്ക് ഏറ്റവും എന്നാ പറയണ്ടേ ഒരു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ള ഒരു കാര്യം. കാരണം അത്രയും അടുത്തൂടെ ലൈൻ പോകുന്നു, നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. ആ ഒരു ഒരെണ്ണം നടന്നു. പിന്നെ കടുവയുടെ ഹെഡ് ഓൺ പിലിഭിത്തിൽ പോയപ്പോഴത്തേക്കും ഉത്തർപ്രദേശിൽ റോഡിൽ കൂടെ റോക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാ കടുവകൾക്കൊക്കെ പേരുണ്ടാവും. സാധാരണ ഫേമസ് ആയിട്ടുള്ള കടുവകൾക്ക് സഫാരി സോണിലുള്ളതിനൊക്കെ പേരുണ്ടാവും. അത് പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും. നമ്മൾ ഈ ഓരോ ഫോറസ്റ്റിൽ പോകുമ്പോഴും അല്ലേ, അതൊന്ന് എക്സ്പീരിയൻസ് പറഞ്ഞു. അതായത് ഓരോ ഫോറസ്റ്റിൽ പോകുമ്പോഴും അവിടുത്തെ കടുവകൾക്ക് ഇവരൊരു പേരിട്ടിരിക്കും അല്ലേ? അതെ. ഈ സഫാരി സോണുകളിലൊക്കെ ഉള്ള കടുവകൾക്ക് മിക്കവാറും എല്ലാ സ്ഥലത്തും പേരുണ്ടാവും. ഇനി അഥവാ പേരിടാത്ത കടുവകൾക്കാണെങ്കിൽ അവർ T1 അങ്ങനെ ടൈഗർ എന്നുള്ളതിൻ്റെ കൂട്ടിയിട്ട് T22 എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ T2 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവും. അതല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള കടുവകൾക്കൊക്കെ യുവരാജ്, ചോട്ടാ ദഡിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. ഫേമസ് ആയിട്ടുള്ള ഒരുപാട് കടുവകളുണ്ട്. അപ്പം പിലിഭിത്തിൽ പോയപ്പോഴത്തേക്കും വലിയ സാധാരണയിൽ കൂടുതൽ വലിപ്പമുള്ള ടൈഗർ ആ ഒരു ഏരിയയിലുണ്ടാവും. പിന്നെ ടാൽ റീജിയൻ എന്ന് പറയും ഹിമാലയൻ താഴ്വരകളിൽ. അപ്പം
അവിടെ വലിയ കടുവകളുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കും ഒരു കടുവയുടെ ഹെഡ് ഓൺ ഷോട്ട് എടുക്കണം എന്നുള്ളത് കുറേ ആഗ്രഹമാണ്. എപ്പോഴോ പണ്ടൊരിക്കൽ പടത്തിൽ കണ്ടിട്ട് ഒരു പിക്ചറിൽ കണ്ടിട്ട് അന്ന് മുതൽ മനസ്സിൽ കയറിയ ഒരു ആഗ്രഹം. അതും വെച്ചിട്ടാണ് ഞാൻ പിലിഭിത്തിലേക്ക് പോകുന്നത്. പിലിഭിത്തിൽ ചെന്നപ്പോഴത്തേക്കും റോക്കറ്റിനെ, ഈ പറഞ്ഞ പോലെ റോക്കറ്റ് എന്ന് പറഞ്ഞാൽ അന്നേരം റോക്കറ്റും അതുപോലെ S3 എന്ന് പറഞ്ഞ രണ്ട് ആണ് അവിടെ പ്രധാനമായിട്ടും സഫാരി സോണിൽ കിട്ടാറുള്ള വലിയ ടൈഗർ. അതിൽ റോക്കറ്റിനെ വണ്ടിയുടെ ഫ്രണ്ടിൽ കിട്ടി ഹെഡ് ഓൺ. ഞാൻ വിചാരിച്ച ഷോട്ട് വണ്ടിക്ക് നേരെ നടന്നു വന്നു. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. വിചാരിച്ച അത്ര സമയം കിട്ടിയില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്തൊരു ചെറിയ ഷോട്ട് എനിക്കന്ന് കിട്ടി. അതായിരുന്നു കിട്ടിക്കഴിഞ്ഞ ഷോട്ടുകൾ. പിന്നെ ശബരിച്ചേട്ടൻ മുന്നേ പറഞ്ഞ പോലെ കാട്ടാനകളുടെ ഒരു കൂട്ടത്തല്ലെന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന, അതിപ്പോൾ ഈ അടുത്ത് ഷൂട്ട് ചെയ്തല്ലേ, മാതൃഭൂമിയിലൊക്കെ ഭയങ്കരമായിട്ട് കാണിച്ചായിരുന്നല്ലോ, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും. അത് ശരിക്കും സാധാരണ ഒരു ട്രെക്കിംഗ് ആയിരുന്നു, മഴക്കാലമായിരുന്നു. അപ്പം മഴയത്ത് കാട്ടിൽ കയറുമ്പോഴത്തേക്കും പൊതുവെ സൈറ്റിങ്സ് കുറവാണെങ്കിലും കാടിൻ്റെ ഭംഗി ഭയങ്കര രസമുള്ളൊരു സമയമാണ് ഈ മഴക്കാലം. മഞ്ഞും തണുപ്പും പിന്നെ മഴ പെയ്യുമ്പം കാട് മുഴുവൻ പച്ചപ്പായിരിക്കും. അപ്പോൾ അത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ആ ഒരു കാട് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ പെരിയാറിൽ ട്രെക്കിങ്ങിന് പോയത്. തൊണ്ടിയാർ ബോർഡർ ഹൈക്കിംഗ് എന്ന് പറഞ്ഞ ഒരു 1 ഡേ ട്രെക്കിംഗ് ആയിരുന്നു. അതിൽ സൈറ്റിങ്സ് ഒന്നും പ്രതീക്ഷിച്ച് പോയതല്ല. അവിടെ ആനയെ കണ്ടിട്ട് ഒരു മാസത്തോളം ആയെന്ന് അവിടുത്തെ ഗൈഡ് പറയുകയും ചെയ്തു. അപ്പോൾ സൈറ്റിങ്സ് കുറവുള്ള സമയം. അങ്ങനെ ചെന്നപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു മല കയറി മുകളിൽ ചെന്നപ്പോഴത്തേക്കും ഗൈഡ് പറഞ്ഞു താഴെ ആന നിൽക്കുന്നുണ്ടെന്ന്. അപ്പം സാധാരണ ഒരു ആനയുടെ സൈറ്റിംഗ് എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോഴത്തേക്കും പതിവിൽ കൂടുതലായിട്ട് ആ കൂട്ടത്തിലൊരു 3-4 കൊമ്പന്മാരെ ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടു. അപ്പം അത് ജുവനൈൽസ്, അതായത് എന്നാ പറയണ്ടേ, പ്രായപൂർത്തിയാവാത്ത അല്ലെങ്കിൽ ഒരു 15 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് പൊതുവേ ആനകൾ കൂട്ടം വിട്ടു പോകാറുള്ളത്, കൊമ്പന്മാർ. അപ്പം ഇത് ഏകദേശം ആ പരുവത്തിൽ എത്തിയേക്കുന്ന ഒരു 3-4 ആനകളായിരുന്നിരിക്കണം. അപ്പോൾ കണ്ടാൽ വലിയ ആനയാണെന്ന് തോന്നും, പക്ഷേ സ്റ്റിൽ ജുവനൈൽസ് ആണ്. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫൈറ്റ്. അപ്പം ഗൈഡ് പറഞ്ഞത് ഒന്നുകിൽ ഇത് ജുവനൈൽസ് കൂട്ടത്തിലെ തന്നെയുള്ള ഫൈറ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ പുറമേ നിന്ന് മീറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വന്ന കൊമ്പന്മാർ ഇവിടുത്തെ കൂടുതലുള്ള ചെറിയ കൊമ്പന്മാരുമായിട്ട് വഴക്കുണ്ടാക്കുന്നതാണ്. ഏതായാലും അതൊരു 1.5 മണിക്കൂർ നേരം നിന്ന് മുകളിൽ നിന്ന് ആനകൾ അറിയാതെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റി. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ അതുപോലെ ഈ ഇരിക്കുന്നവർക്ക് പലർക്കും ഒക്കെ ആഗ്രഹം ഉണ്ടാകും. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് പണ്ടും ചോദിച്ചിരുന്നതാണ്, എവിടെ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സൈറ്റിംഗ് കിട്ടുന്നത്. അതായത് അങ്ങനെയല്ല ചോദിക്കുന്ന പലരും എൻ്റെ അടുത്തൊക്കെ വിളിച്ചിട്ട്, ചേട്ടാ കടുവ എവിടെ പോയാൽ കാണാൻ പറ്റും, ആന എവിടെ പോയാൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആലോചിക്കും ഇതെന്തോ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട്. എന്നാലും പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ്. ഇപ്പോൾ ഒരുപാട് സഫാരികളൊക്കെ ഇന്ത്യയിൽ നടത്തി ഏറ്റവും കൂടുതൽ സൈറ്റിംഗ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സ്പോട്ട് ഏതാണ് ആ വൈൽഡ് ലൈഫ് സഫാരി എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒന്ന് ഒരു മൊമെൻറ്റ്സ് ഷെയർ ചെയ്താൽ എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിരിക്കും. അത് ഇത് ഏറ്റവും കൂടുതൽ സൈറ്റിംഗ് കിട്ടാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ സഫാരി പോയിട്ട് അവിടെ നിന്ന് ഒന്നും കിട്ടാതെ തിരിച്ച് വരാം. കാരണം ഇത് കാടാണ്. മുന്നേ പറഞ്ഞ പോലെ സൂ അല്ല. നമ്മൾ ചെല്ലുമ്പോഴേ ആനിമൽസിനെ എല്ലാം കണ്ടിട്ട് പോരാൻ പറ്റത്തില്ല. അപ്പം ആ റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ നമ്മളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സൈറ്റിംഗ് കിട്ടുള്ളൂ. അത് ഏത് കാട്ടിൽ പോയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എങ്കിൽ പോലും സാധ്യതകൾ വെച്ച് നോക്കുമ്പോൾ കൂടുതലും ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടിയത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഓരോ ആനിമൽസിനെ കാണാൻ ഓരോ ഏരിയാസ് എന്ന് വേണമെങ്കിൽ പറയാം. ടൈഗറിനെയൊക്കെ കാണാനാണെങ്കിൽ ടഡോബ, രൺതംബോറൊക്കെ ഇന്ത്യയിൽ ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിൽ പെട്ടതാണ് ഈ രൺതംബോറും ടഡോബയൊക്കെ. പോയി ഒരു 3-4 സഫാരിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ടൈഗറിനെ കാണാൻ പറ്റും. അങ്ങനെ പറ്റുമെന്ന് പറയുമ്പോഴും ഞാൻ മുന്നേ പറഞ്ഞ കാര്യം അവിടെയുണ്ട്, ഉറപ്പില്ല. അതെ, പക്ഷേ സാധ്യത കൂടുതലാണ്. അതുപോലെ ഇപ്പം നമ്മുടെ റൈനോയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പം കാശിരംഗ മാത്രമേ നമുക്ക് ഓപ്ഷനുള്ളൂ. അതുപോലെ ബാക്കിയുള്ള ആനിമൽസ് ഇപ്പം എന്തെങ്കിലുമൊക്കെ ആനിമൽസിനെ കണ്ടാൽ മതി. അത്യാവശ്യം മോശമില്ലാത്ത സൈറ്റിങ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ കാടുകളാണ് ബെസ്റ്റ്. കാരണം നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്മുടെ കാടുകളിൽ കാണുന്ന പോലെ അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ആനിമൽസിനെ സൈറ്റിങ്സ് കിട്ടാൻ പാടാം. അവിടെ ഇല്ലെന്നല്ല, അവിടെ ഉണ്ട്. പക്ഷേ നമുക്കിപ്പം ബന്ദിപ്പൂർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പൊതുവെ സൈറ്റിങ്സ് കിട്ടാൻ പാടാണ്. കാരണം ടൈഗർ പോലുള്ളതിനെ ഇവിടത്തെക്കാട്ടിലും സാധ്യത കൂടുതലാണ്. പക്ഷേ ബാക്കിയുള്ള എല്ലാ ആനിമൽസും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പം നമുക്കിവിടെ ബന്ദിപ്പൂർ അല്ലെങ്കിൽ കബനിയിലൊക്കെ ഒരു സഫാരി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ആനിമലിനെ കണ്ടു, അടുത്ത സ്ഥലത്ത് അടുത്തതിനെ കണ്ടു, ആനയെ കണ്ടു, അല്ലെങ്കിൽ കാട്ടുപോത്തുകളെ കണ്ടു, മ്ലാവ്, അങ്ങനെ ഓരോരോ ആനിമൽസിനെ കാണാനുണ്ടാവും. പക്ഷേ നോർത്ത് ഇന്ത്യൻ ഫോറസ്റ്റിലേക്ക് പോയ എല്ലാം അല്ല കേട്ടോ. മിക്കവാറും ഫോറസ്റ്റുകളിൽ പോയി കഴിഞ്ഞാൽ ടൈഗർ ഇല്ലെങ്കിൽ മിക്കവാറും അവിടെ വേറെ ഒന്നിനെയും തന്നെ സൈറ്റിങ്സ് സാധ്യത കുറവാണ്. 1-2 നീൽഗായോ അല്ലെങ്കിൽ കുറച്ച് സമ്പാർ ഡിയറോ, അങ്ങനെ വളരെ ഡ്രൈ ആയിരിക്കും ബാക്കിയുള്ള ഏരിയാസ്. അതിന് രാജാജി പോലുള്ള പാർക്കുകളൊക്കെ അതിനൊരു എന്നാ പറയണ്ടേ അപവാദമാണ്. അതെന്ന് വെച്ചാൽ അവിടെ സൈറ്റിങ്സ് കൂടുതലുണ്ട് സാധാരണ നമ്മുടെ ഇവിടുത്തെ കാടുകളിൽ. ഇതുപോലെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ ഏത് ഫോറസ്റ്റ് ആയിരിക്കും ബിബിൻ ചൂസ് ചെയ്യുന്നത്? ബന്ദിപ്പൂർ അല്ലേ? യെസ്. ഈവൻ നാഗർഹോളയെക്കാട്ടിലും ബന്ദിപ്പൂരാണ് എനിക്ക് കൂടുതൽ ഇഷ്ടവും കൂടുതൽ സൈറ്റിങ്സ് കിട്ടിയിട്ടുള്ളത്. അവർ കുറച്ചുകൂടെ പ്രൊഫഷണലുമാണ് അല്ലേ, കൊണ്ടുപോകുന്ന രീതിയും. അതെ. പക്ഷേ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫോറസ്റ്റിൽ പ്രത്യേകിച്ച് കർണാടക ഫോറസ്റ്റുകളിലുള്ള ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്യാമറ ചാർജസ് അവർ ഭയങ്കരമായിട്ട് ചാർജ് ചെയ്യും എന്നുള്ളതാണ്. നോർത്ത് ഇന്ത്യൻ ഫോറസ്റ്റിലൊക്കെ 300 രൂപയുള്ളപ്പോൾ ഇവിടെ 1800 രൂപയ്ക്കാണ്. 300 രൂപയുള്ളൂ. യെസ്. അപ്പം ഒരു സഫാരിക്ക് ഒരു ക്യാമറയ്ക്ക് വാങ്ങുന്ന ചാർജ്. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടെന്നുള്ളൂ. പക്ഷേ സ്റ്റിൽ നമ്മൾ പോകും. ഓക്കെ. ഇനി കാട്ടിലൊക്കെ
പോകുന്നവരുടെ ഒരു സംശയം, അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു വലിയ സംശയമാണ് നമ്മളിങ്ങനെ ട്രെക്കിങ്ങിനൊക്കെ പോകുമ്പോൾ, കാടിനുള്ളിലൊക്കെ പോകുമ്പോൾ അനിമൽസ് നമ്മുടെ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളത്. അതിനെക്കുറിച്ച് കൂടെ ബിബിനൊന്ന് പറയാൻ സാധിക്കുമോ? ആനിമൽസ് പൊതുവേ മനുഷ്യരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറിപ്പോവുകയാണ് അതിൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ള രീതി. പക്ഷേ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള ചുരുക്കം ചില സാഹചര്യങ്ങളുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സർപ്രൈസായിട്ട് ഒരു ആനിമലിൻ്റെ, പ്രത്യേകിച്ച് ആന, കാട്ടുപോത്ത്, കരടി അങ്ങനെയുള്ള ആനിമൽസിൻ്റെ ഒക്കെ ഫ്രണ്ടിലേക്ക് സർപ്രൈസായിട്ട് ചെന്നുപെട്ടാൽ അതുങ്ങൾ തീർച്ചയായിട്ടും അറ്റാക്ക് ചെയ്തിരിക്കും. എന്താ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചെല്ലുകയാണെന്നായിരിക്കും അത് വിചാരിച്ചിട്ടുണ്ടാവുക. അതിനൊരു ത്രെറ്റ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വൈൽഡ് ആനിമൽസ് ചാർജ് ചെയ്യും. അതല്ലാത്ത സാഹചര്യങ്ങളിൽ അതിനാണ് ഗൈഡഡ് ട്രെക്കിംഗ് ഇവിടെ എല്ലാ കാടുകളിലും ഉള്ളത്. ഗൈഡുമാർ പരിസരം അല്ലെങ്കിൽ കാട് മുഴുവൻ വാച്ച് ചെയ്ത് വളരെ ശ്രദ്ധാപൂർവ്വം നീങ്ങും. അപ്പോൾ ദൂരെ ആനിമൽസിനെ കണ്ട് നമുക്ക് സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ നിന്ന് കാണാൻ പറ്റും. പിന്നെ വളരെ റെയറായിട്ട് ഇപ്പം വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ സംഭവിക്കുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായമായ കടുവകൾ അല്ലെങ്കിൽ മുറിവേറ്റ കടുവകൾ അവയ്ക്ക് നോർമലായിട്ടുള്ള ഹണ്ടിങ് പോസിബിൾ അല്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവ ഈസിയായിട്ട് കിട്ടുന്ന പ്രേയെ ടാർഗറ്റ് ചെയ്യും. അപ്പോൾ ഈ വയനാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കന്നുകാലികളെയൊക്കെ കിട്ടും. അപ്പോൾ ആ പോകുന്ന സമയത്ത് ആൾക്കാരെ കണ്ടാൽ ചിലപ്പോൾ അറ്റാക്ക് ചെയ്തെന്നിരിക്കും. ഒരിക്കലും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രേ ആണെന്ന് അതിന് മനസ്സിലാവും. ഒരു ബുദ്ധിമുട്ടുമില്ല മനുഷ്യരെ, ഒരു കടുവയെ സംബന്ധിച്ച് മനുഷ്യനെ പിടിക്കാൻ വേണ്ടി. കാരണം 1000-1500 കിലോ ഉള്ള കാട്ടുപോത്തുകളെ അല്ലെങ്കിൽ കാട്ടി എന്ന് പറയുന്ന ഇതിനെ ഈസിയായിട്ട് പിടിക്കാൻ പറ്റുമെങ്കിൽ, ഈസിയായിട്ടല്ല എന്നാലും ബുദ്ധിമുട്ടാണെങ്കിലും പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 50-100 കിലോ ഉള്ള മനുഷ്യന് അതിനൊരു ഇരയല്ല. അതുകൊണ്ട് ഒരിക്കലും ഇതിനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ടാർഗറ്റാണെന്ന് മനസ്സിലായാൽ വീണ്ടും ട്രൈ ചെയ്യും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ്, അതായത് കടുവയൊക്കെ ആളെ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ്. അതല്ലെങ്കിൽ കടുവയാണെങ്കിലും ആനയാണെങ്കിലും കാട്ടിൽ എന്ത് ജീവിയാണെങ്കിലും മനുഷ്യനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സേഫ് ഡിസ്റ്റൻസ് ആണ്, അതിന് ത്രെറ്റൊന്നും ഇല്ലെങ്കിൽ അതങ്ങ് മാറിപ്പോവാണ് ചെയ്യാറ്. ഇത് പറഞ്ഞപ്പോഴാണ് ഈ അടുത്ത കർണാടകയിലാണെന്ന് തോന്നുന്നു, ഈ ഒരു കൃഷിക്കാരനെ ഒരു ടൈഗർ പിടിക്കുകയുണ്ടായി. അപ്പോൾ അവർ അവസാനം കൊടുത്ത റീസൺ എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ ഇരിക്കുക എന്തോ ആയിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് മനുഷ്യനല്ലെന്ന് തോന്നിയിട്ട് അറ്റാക്ക് ചെയ്തതായിരിക്കുമെന്നാണ് അവരത് പറയുന്നത്. ഇരിക്കുമ്പോൾ പൊതുവെ അറ്റാക്ക് ചെയ്യുന്നത് മനുഷ്യനല്ലെന്ന് തോന്നിയിട്ടല്ല, അത് നോക്കുമ്പോഴത്തേക്കും വലിപ്പമില്ലാത്ത ചെറിയൊരു ഇര. അപ്പം അതുകൊണ്ടാണ് അതിനെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷേ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു സാധനം ഇതിന് കടുവയ്ക്ക് അറിയത്തില്ല നമ്മൾ ഇത്ര ഈസി പൊക്കമൊക്കെ കൊണ്ട് നിന്നിട്ടും നമ്മളെ ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു ടാർഗറ്റാണെന്ന് അതിന് അറിയത്തില്ല. നോക്കുമ്പോൾ നല്ല ഹൈറ്റൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും വിചാരിച്ച് ട്രൈ ചെയ്യില്ല. പോരാത്തിന് വേറൊരു റീസൺ, ഇത് നമ്മുടെ നാച്ചുറൽ പ്രേ ലിസ്റ്റിൽ എന്ന് വെച്ചാൽ ലിസ്റ്റ് ഉണ്ടാക്കിയല്ല കടുവ പിടിക്കുന്നത്. പക്ഷേ സ്റ്റിൽ അതുങ്ങളുടെ ആഹാരക്രമത്തിൽ നമ്മളില്ല, മനുഷ്യരില്ല, കാട്ടുമൃഗങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് പൊതുവേ മനുഷ്യരെ അറ്റാക്ക് ചെയ്യത്തില്ല. പക്ഷേ ഇതുപോലെ നടന്നു പോകുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ എന്നാന്ന് അറിയത്തില്ല, കടുവ എന്തിനെ കിട്ടിയാലും പൊതുവേ ട്രൈ ചെയ്യും. കാട്ടിലുള്ള എന്ത് ജീവികളെയും ട്രൈ ചെയ്യും. അങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു ആനിമൽ ഇരിക്കുന്നതുകൊണ്ട് ഇത് മനുഷ്യനാണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ സാധാരണ ആഹാരക്രമത്തിൽ ഇല്ലാത്തൊരു ജീവിയാണെന്നോ അതിന് മനസ്സിലാവുന്നില്ല. അപ്പം ജീവനുള്ളൊരു സാധനം എന്നുള്ള രീതിയിൽ എളുപ്പത്തിൽ പിടിക്കാവുന്ന വലിപ്പമില്ലാത്തൊരു ജീവി എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്യുന്നതാണ്. ഓക്കെ ചിത്രൻ, ഇപ്പോൾ ഈ നമ്മുടെ കാടുകളിലെന്ന് പറയുന്നത് നമുക്ക് ഈ ടെൻ്റ് അടിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ കാട്ടിലൊന്നും പോയി ടെൻ്റ് അടിച്ച് നിൽക്കത്തില്ല. കാരണം അങ്ങനെ നിന്നാൽ പോലും നമ്മൾ പിറ്റൊന്നും ഉണ്ടാവോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ ചിത്രൻ്റെ പല വീഡിയോസിലും കാണുമ്പോഴെന്ന് പറഞ്ഞാൽ പല കാടുകളിലും അവിടെ ടെൻ്റ് അടിച്ച് ചിത്രം സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാത്രി എന്താവുമെന്നോ പിറ്റേന്ന് രാവിലെ എന്താവുമെന്നോ ഒന്നും നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ടെൻ്റ് അടിക്കാനൊരു ധൈര്യം, അല്ലെങ്കിൽ അവിടെ അങ്ങനെ ടെൻ്റ് അടിക്കാൻ സാധിക്കുമോ? അവിടെ ടെൻ്റ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ എങ്ങനെയാണ് ഈ കാടുകളിലൊക്കെ ഒരു പേടിയില്ലാതെ ഇങ്ങനെ ടെൻ്റ് അടിച്ചൊക്കെ രാത്രി നിൽക്കാൻ കഴിയുന്നത്? ടെൻ്റ് അടിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ 100% സേഫ് അല്ല എന്ന് പറയാം കേട്ടോ. വളരെ അപകടം കൂടിയ യാത്ര വേണമെന്ന് പറയാം. അത് ഇന്ന് ടെൻ്റ് അടിച്ചാൽ നാളെ ആവണമെന്നില്ല വേണമെങ്കിൽ. കാരണം ഏത് സമയം, കാരണം ഇവർ 2 പേരും അത്രമാത്രം കാട് പോയി യാത്രകൾ ചെയ്യുന്ന ആൾക്കാർ. ഇവർ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, കരടിയും പുലിനൊക്കെ നിങ്ങൾക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ചില ഏരിയകളൊന്നും ഗവൺമെൻറ്റിന് വലിയ പ്രശ്നവുമില്ല. പക്ഷെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഭയങ്കര ടഫാണ്, റെസ്ട്രിക്റ്റഡ് ആണ് എല്ലാ ഫോറസ്റ്റ് ഏരിയകളും. പക്ഷെ അങ്ങോട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു സഞ്ചാരി വന്നാൽ അവൻ്റെ ഇഷ്ടത്തിന് യാത്രകൾ ചെയ്യാൻ വേണ്ടി അവർ അനുവദിക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ ആൾക്കാരും പോകുന്നത് ഗൈഡിൻ്റെ കൂടെയാണെന്ന് മാത്രം. ലാസ്റ്റിന് അവർ ഉത്തരാഖണ്ഡിലെ താമറിക്കുണ്ട് എന്ന് പറഞ്ഞൊരു ട്രെക്കിംഗ് ഉണ്ടായിരുന്നു. അത് വലിയൊരു ഫോറസ്റ്റാണ്. പക്ഷേ ഫോറസ്റ്റിന് ഗ്രാമത്തിൻ്റെ ഒരു തലവൻ്റെ അധികാരം ഉണ്ടാവും. ഗ്രാമത്തിലെ തലവൻ്റെ വീട്ടിൽ പോയി ചോറും കറിയൊക്കെ കഴിച്ച് കുറേ കള്ളത്തരൊക്കെ പറഞ്ഞ് അവരെ കൂട്ടുകാരനാക്കി വെക്കും ഞാൻ. അങ്ങനെ ഒരു ദിവസം ഞാനൊരു ആഗ്രഹം പറഞ്ഞു, എനിക്ക് ഒരു കാട്ടിൽ ടെൻ്റ് അടിക്കണം. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് എഗ്രിമെൻ്റ് വേണം.
അതായത് ഞാൻ മരിച്ചു പോയാലും ഒരു പ്രശ്നം നമ്മൾ ഈ ഗവൺമെൻറ്റിനോ ഈ ഗ്രാമത്തിൻ്റെ തലവനോ ഗ്രാമവാസികൾക്കൊന്നും ഒരു ഉത്തരവാദിത്തം ഇല്ല എന്ന രീതിയിൽ എഗ്രിമെൻ്റ് എഴുതി കൊടുക്കണം. അത് എൻ്റെ അവിടുത്തെ താമസക്കാർക്കാണോ അഗ്രിമെന്റ് എഴുതി കൊടുക്കുക? അല്ല, ഈ കാട്ടിൽ ഞാൻ പോകുന്നതിൽ മരിച്ചു പോയാലും എനിക്ക് മാത്രമേ അതിൻ്റെ ഉത്തരവാദിത്തമുള്ളൂ, എനിക്കും എൻ്റെ കുടുംബത്തിനും. ആർക്കാ കൊടുക്കുന്ന? ആരാ വേണോന്ന് പറഞ്ഞത്? ഗ്രാമത്തിൻ്റെ തലവൻ. ഓ, ഗ്രാമത്തിന്റെ തലവൻ. ഓക്കെ. കാരണം ഒരാൾ കാട്ടിൽ കയറിയാൽ ഗ്രാമത്തിൻ്റെ തലവൻ്റെ ഉത്തരവാദിത്തമാണ്. കാട് കയറുന്ന ആൾക്കാരുണ്ട്, 2 മണിക്കൂർ ഒരു പക്ഷീനൊക്കെ ഫോട്ടോ എടുത്ത് തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ കാട്ടിൽ താമസിക്കാൻ അനുവാദമില്ല. പക്ഷേ എൻ്റെ ഇഷ്ടം കൊണ്ടാണ്. കാരണം നമ്മൾ ഈ ഭൂമി മനുഷ്യർക്കുള്ളതാണ്. അത് നമുക്ക് സന്തോഷത്തോടെ കണ്ട് തിരിച്ചു വരാൻ സാധിക്കും. അവിടെ നമ്മളൊന്നും നശിപ്പിക്കാതെ പ്രകൃതിയൊക്കെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് യാത്രകൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചില കാടുകളിൽ പോകുമ്പോൾ ഗ്രാമത്തിൻ്റെ തലവൻ്റെ അനുവാദം വേണം. അവരെ അനുവാദം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിൽ പോയി ഒപ്പിട്ട് കൊടുക്കല്ലേ, അതുപോലെ ഒപ്പിട്ട് കൊടുത്ത് എൻ്റെ ഒരു ഫോട്ടോ കൂടി അവരെടുക്കും. എൻ്റെ വെച്ചിട്ട് മാത്രമേ എന്നെ അവർ വിടത്തുള്ളൂ. അപ്പോഴും ഗ്രാമത്തിലെ ആൾക്കാരുണ്ടല്ലോ, അവർ പറയും സുഖമായി പോയിക്കോളൂ, നമ്മൾ വിറകെടുക്കാൻ പോകുന്നതാണ്, ആടിനും കൊണ്ട് നമ്മൾ ക്യാമ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഒറ്റക്കല്ല എന്ന് മാത്രം. താമരക്കുണ്ട് ഫോറസ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു ഫോറസ്റ്റാണ്. ഏകദേശം 2900 മീറ്റർ വരും. ആനമുടിക്കടുത്തായി തോന്നുന്നു. ഹൈ ആൾട്ടിറ്റ്യൂഡാണ്. ഹെലികോപ്റ്ററിലൊക്കെയാണ് മുകളിലൂടെ സഞ്ചാരികൾ പോകുന്നത് എനിക്ക് കാണാൻ സാധിക്കും. ഏകദേശം 10 കിലോമീറ്ററോളം ആൾക്കാരില്ലാത്തൊരു സ്ഥലം 11 മണിക്കൂറോളം നടന്നു വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. ആ കാട്ടിൽ ഞാൻ താമസിച്ചത് 3 ദിവസമാണ്. 3 ദിവസം താമസിച്ച് അത് ഏകദേശം ഒരു 50 കിലോ ലഗേജ് ഞാൻ ക്യാരി ചെയ്യണം. കാരണം എനിക്കൊരു ഗൈഡില്ല. എൻ്റെ ഒരു ഗൈഡിനെയാണ് ഞാൻ ചുമന്നു കൊണ്ടുപോകുന്നത്. ആ ഗൈഡ് എന്ന് പറഞ്ഞാൽ ബാഗാണ്. അതിൽ പച്ചക്കറിയും അരിയും ചട്ടിയും കലവും മുട്ടിയും പിക്കാസൊക്കെ ഉണ്ടാകും. ഇതൊക്കെ എടുത്തിട്ട് വേണം എനിക്ക് കാട് കയറാൻ വേണ്ടി. കാരണം ഈ ബാക്കിൽ ചുമക്കുന്ന സാധനമാണ് എൻ്റെ സേഫ്റ്റി സാധനങ്ങളെന്ന് പറയുന്നത്. അതോ പെട്ടെന്നൊരു ആനിമൽ വന്നാൽ ഞാൻ ഉണ്ടാവില്ല. അത് വരാത്തിടത്തോളം കാലം ഞാൻ ഇങ്ങനെ പോകുന്നുണ്ടെന്ന് പറയാം. പക്ഷേ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. ഒരു കാര്യം ചിത്രനോട് ചോദിക്കാനുള്ളത്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗൈഡ് ട്രെക്കിംഗ് ഒക്കെ പോകുന്ന സമയത്ത് പോലും, അതായത് ഗൈഡുമാർ ഈവൻ ഗണ്ണൊക്കെ ആയിട്ട് കൂടെ ഉള്ളപ്പോൾ പോലും കാട്ടിലൂടെ നടക്കുമ്പോൾ പേടി തോന്നാറുള്ളത് കരടിയെ കാണുമ്പോഴും അതുപോലെ ചില സമയത്ത് വൈൽഡ് ഡോഗ്സിനെയൊക്കെ കാണുമ്പോഴാണ്. ഈ കരടിയും വൈൽഡ് ഡോഗും ഒരുപാടുള്ള ആ ഏരിയയിൽ പോയി ടെൻ്റ് അടിച്ച് താമസിക്കുമ്പോൾ അത് അറ്റാക്ക് ചെയ്യാൻ വരുമോ അല്ലെങ്കിൽ അതിനെ അങ്ങനെ ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് ഓർത്ത് പേടിയോ ഒന്നും തോന്നാറില്ല? അല്ല, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ടെൻറ്റിൻ്റെ പുറത്ത് നിൽക്കുമ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഉള്ളിൽ കയറുമ്പോൾ ചിന്ത വരും, പുറത്ത് ആരോ വന്നിട്ടുണ്ടല്ലോ, ആനിമൽസൊക്കെ പോകുന്നുണ്ടല്ലോ, ഒരു ചിന്ത വരും. പക്ഷേ ടെൻറ്റ് തുറന്ന് നോക്കുമ്പം പ്രകൃതിയിലെ ശബ്ദങ്ങൾ മാത്രമാണ്. ആ കൂടാരത്തിനകത്ത് ഭയങ്കര ഇറിറ്റേഷൻ വരും ചില സമയത്ത്. ഇടിയൊക്കെ ഉള്ള സമയത്ത് ഞാൻ ടെൻ്റ് അടിച്ചപ്പം ഇടിമിന്നലൊക്കെ എൻ്റെ മുഖത്ത് വന്ന് അടിക്കുന്നുണ്ടോ, സൈഡിലൂടെ കുറേ ആനകൾ പോകുന്നുണ്ടോ, ഇങ്ങനത്തെ ചിന്തകൾ. പക്ഷേ പുറത്തിറങ്ങുമ്പോൾ എക്സ്ട്രീം പീസ്ഫുള്ളാണെന്ന് പറയാം. ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നെ പ്രണയിച്ചത് ഈ പ്രകൃതിയിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് മാത്രമാണ്. അത് കിട്ടിയത് ഈ ഒരു സ്ഥലങ്ങളിലാണ്. പക്ഷെ നമ്മളെ കാട്ടി ഉണ്ടല്ലോ, നമ്മളെ വയനാടൊക്കെ പോകുമ്പോൾ കാട്ടീനെ കണ്ടിട്ട്, അരുണാചലിലൊക്കെ പോകുമ്പോൾ മിഥുൻ എന്ന് പറയും. മിഥുനാണ് ആനിമൽസിൻ്റെ പേര്. അതിൻ്റെ ഇംഗ്ലീഷ് എന്താ എനിക്കറിയില്ല, അറിയോ? ഇത് ശരിക്കും 2 മൃഗങ്ങൾ തമ്മിലുള്ള ക്രോസിനെയാണ് പൊതുവേ നമ്മുടെ ഇവിടെയൊക്കെ മിഥുൻ എന്ന് പറയുന്നത്. അതായത് കാട്ടുപോത്തിൻ്റെയും അല്ലെങ്കിൽ ഇതിൻ്റെയും ക്രോസിനെയാണ്. തീർച്ചയായിട്ടും നമ്മൾ വയനാടൊക്കെ പോകുമ്പോൾ കാട്ടിനെ കണ്ട ആരും അടുത്ത് പോലല്ലോ. ഞാൻ ടെൻ്റ് അടിക്കുമ്പോൾ കാട്ടിയൊക്കെ എൻ്റെ സൈഡിലൂടെ പോകും. കുറേ കാട്ടികൾ പോകും, യാക്കുകൾ പോകും. വൈൽഡ് യാക്സിനൊക്കെ എൻ്റെ എത്ര കണ്ടിട്ടുണ്ടെന്ന് അറിയോ? അതിൻ്റെ സൈസൊക്കെ കണ്ടാൽ ഭയങ്കര സൈസാണ്. പക്ഷേ അവർക്ക് മനുഷ്യനെ പേടിയാണ്. ഈ ഭൂമിയിൽ എല്ലാവരും പേടിക്കുന്നത് മനുഷ്യനെ മാത്രമാണ് കേട്ടോ, മൃഗങ്ങളെയല്ല. കാരണം മനുഷ്യനെ മാത്രമാണ് പിന്നിൽ നിന്ന് കുത്താൻ സാധിക്കത്തുള്ളൂ. മൃഗങ്ങൾക്ക് അങ്ങനെ ചിന്തയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നിങ്ങൾ രണ്ടൊരു കാട് പോയ ആൾക്കാരല്ലേ. അല്ല, അത് ഞാൻ പലപ്പോഴും ഇപ്പോൾ ബിബിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചൊരു കാര്യമാണ്. ബിബിനെ, അതായത് നമ്മളെ വീടുകളിലൊക്കെ നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഉടനെ പറയുന്നത് നീ ഒരുമാതിരി കാട്ടാളൻ്റെ സ്വഭാവം കാണിക്കരുത് കേട്ടോ, കാട്ടുപോത്തിനെ കണക്ക് കാണിക്കരുത്. അപ്പോൾ ഞാൻ ബിബിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ബിബിനെ അത്രയ്ക്ക് പ്രശ്നക്കാരാണോ കാട്ടിലെ മൃഗങ്ങൾ? തീർച്ചയായിട്ടും അല്ല. കാരണം ഞാനും ഇത് എനിക്ക് തോന്നുന്നത് ഇതിന് മുന്നേ ഇൻ്റർവ്യൂയിലോ വീഡിയോയിലോ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നാടിനെക്കാട്ടിലും സേഫാണ് കാട്, ചിത്രം പറഞ്ഞ പോലെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടിലെ ആനിമൽസ് വിശന്നാൽ മാത്രം ഹണ്ട് ചെയ്യുകയും അല്ലെങ്കിൽ വിശപ്പില്ലാത്തപ്പോൾ അതിൻ്റെ കടുവയുടെയൊക്കെ ഫ്രണ്ടിൽ കൂടെ മാനുകളോ അതൊക്കെ നടക്കുന്ന ഇഷ്ടംപോലെ നമ്മൾ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അറ്റാക്ക് ചെയ്യത്തില്ല. പിടിച്ച് സൂക്ഷിച്ച് വെച്ച് അടുത്ത ദിവസത്തേക്ക് കഴിക്കാം, അങ്ങനത്തെ അത്യാഗ്രഹങ്ങളോ അത്യാർത്ഥികളോ ഒന്നുമില്ല. അല്ലാതെ വെറുതെ ഇതിനെ ഉപദ്രവിക്കണം എന്നുള്ള ചിന്തയുമില്ല. അപ്പം വിശന്നാൽ മാത്രം, അതായത് പ്രകൃതി നിയമമാണ് വിശന്നാൽ ഭക്ഷണം കഴിക്കുക. കടുവയുടെ ഭക്ഷണം സ്വാഭാവികമായിട്ടും മറ്റു മൃഗങ്ങളാണ്. അപ്പോൾ ആ വിശപ്പുള്ള സമയത്തല്ലാതെ അത് പിടിക്കത്തില്ല. അപ്പം അതല്ലാതെ വേറെ ദുഷ്ടതയോ ക്രൂരതയോ ഒന്നും മനസ്സിലില്ലാത്ത ഇതാണ് മൃഗങ്ങൾ. ഞാൻ കാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ മൃഗങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ ഒരിക്കലും മനുഷ്യരെ പോലെ ആകരുതെന്നാണ് കേട്ടോ. യെസ്. അപ്പോൾ നമ്മൾ ഇനി എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു വീഡിയോയിൽ മിലൻ എന്നാണോ ആ സ്ഥലത്തിൻ്റെ പേര്? മിലം വില്ലേജ്. മിലം വില്ലേജ്. ഓക്കെ.
ഈ മിലം വില്ലേജ് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് തികച്ചും വിജനമായിട്ടൊരു വില്ലേജ്. ഒരുപാട് അതുപോലത്തെ വില്ലേജുകളിൽ ഇങ്ങനെ വിജനമായി കിടക്കുകയാണ്. കാരണം അവിടെയുള്ള താമസക്കാരൊക്കെ ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പം നമ്മളടുത്ത് തന്നെ പണ്ട് കാട്ടിലൊക്കെ കയറുമ്പോൾ ആദ്യം പറയുന്നതെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോരുത്, വഴിതെറ്റി പോകുമെന്നാണ്. അപ്പോൾ ഈ ബേസ് ക്യാമ്പിലാണെങ്കിൽ പോലും ഒരു ഗൈഡും ഇല്ലാതെ ഇപ്പോൾ ഒരു സ്ഥലത്ത് ആ മിലൻ വില്ലേജ് എന്ന് പറയുന്ന അവിടെ ചെന്ന് നിൽക്കുകയാണ് ചിത്രൻ. ഇത് എങ്ങോട്ടാണ് പോകണമെന്ന് ചിത്രൻ എങ്ങനെ ഡിസൈഡ് ചെയ്യും? അത് പോകുന്നത് കറക്റ്റാണോ എന്ന് എങ്ങനെ അറിയും? ഒരു ഹിമാലയത്തിൻ്റെ പീക്ക്, അത് ഉദാഹരണം പറയുവാണെങ്കിൽ നന്ദദേവി പീക്കാണ് ഇന്ത്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത്. ഏകദേശം 7000 സംതിങ് മീറ്ററിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു പീക്ക് കണ്ട ഡെസ്റ്റിനേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇതൊക്കെ ഭൂമിയിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന പീക്കാണ്. അപ്പം ഗ്രാമവാസികൾ ആടുകളെ കൊണ്ടുപോകുന്നൊരു വഴി ഉണ്ടാവും. പക്ഷേ അതിലവിടെ നമുക്ക് ചാണകമൊക്കെ കാണാൻ സാധിക്കും, പശുവിൻ്റെയും നമ്മളെ ആടിൻ്റെ ഒക്കെ വേസ്റ്റ് കാണാൻ സാധിക്കും. ഈ ഒരു പാതകൾ മാത്രമാണ്. പക്ഷേ ഞാൻ 10 മണിക്കൂറോളം നടന്നു പോയിട്ട് ആ പാതയല്ല എന്ന് തിരിച്ച് വന്നിട്ട് വീണ്ടും വേറെ 10 മണിക്കൂറോളം എനിക്ക് രണ്ടാമത്തെ ദിവസം നടക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഒരു ഗൈഡിൻ്റെ കൂടെ പോകുന്ന യാത്രയാണ് നമ്മൾ 100% സേഫാണ് കേട്ടോ. ഞാൻ നിങ്ങളോടും പറയുന്നത് അത് മാത്രമാണ്. യാത്രകളൊക്കെ മനോഹരമാണ്, അതുപോലെ നമ്മളെ ജീവനും അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. പക്ഷേ കൂടുതലും ഭംഗിയുള്ള യാത്രകൾ എനിക്ക് കിട്ടിയത് ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ മാത്രമാണ്. പക്ഷേ അതിന് പിറകിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്നൊരു 10% 20% കാഴ്ചകളാണ്. കാരണം ഇത് ചുമന്ന് കൊണ്ടുപോകണം, ചാർജ് ചെയ്യണം, കുറേ കാഴ്ചകളൊക്കെ ഞാനിന് ബുക്കിലാണ് കൊണ്ടുവരിക. അപ്പോൾ ഈ ഒരു വീഡിയോസിൽ വരുന്ന കാര്യങ്ങൾ മാത്രമല്ല ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒരു ദിവസം 10 മണിക്കൂർ ഞാൻ നടക്കുന്നുണ്ട്. ഈ 10 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്ന ഭക്ഷണം കുക്ക് ചെയ്യണം, നല്ല വെയിൽ കിട്ടിയ തുണി അലക്കിയിടും, ഇതൊക്കെ ഉണ്ടാകും. ഇതിനിടയിൽ എനിക്കൊരു ഡെസ്റ്റിനേഷൻ വെച്ച് മാത്രമല്ല ഞാൻ യാത്ര ചെയ്യുന്നത്. മിലം വില്ലേജ് എവിടെയാണെന്ന് മാത്രം ഞാൻ അന്വേഷിക്കും. അതിനിടയിൽ കണ്ടുമുട്ടുന്ന ഗ്രാമവാസികളുണ്ടാകും. ഏകദേശം 6 മാസം മാത്രമാണ് അവരവിടെ താമസിക്കുന്നത്. അവർ താമസിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു പക്ഷേ അത്ഭുതമായിരിക്കും. ഒരു വില്ലേജിൽ താമസിച്ച് തിരിച്ചു വരുമ്പം 15-20 ലക്ഷം രൂപയൊക്കെ കൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവാം. തീർച്ചയായിട്ടും നമ്മുടെ യാർസ ഗുംബ ഇല്ലെങ്കിൽ കീടാ ചെടി എന്നൊക്കെ പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. ഹിമാലയത്തിൻ്റെ താഴ്വരകളിലാണ് അത് കിട്ടുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ കീടാ ചെടി, യാർസ ഗുംബ? അതിന് ഭയങ്കര കോസ്റ്റ്ലി ആണെന്നോ? നല്ലത് ഒരു കിലോന് 15 ലക്ഷം 13 ലക്ഷം രൂപയാണ് വില വരുന്നത്. 1 കിലോ? ഒരു കിലോന്. ഓക്കെ. ആർക്കെങ്കിലും അറിയാം അങ്ങനെ ഒരു സാധനം ഉള്ളതെന്ന്? എനിക്കൊന്ന് ഹിമാലയം യാത്ര ചെയ്ത ആൾക്കാർക്കൊക്കെ ഇത് അറിയാൻ ചാൻസ് ഉണ്ട്. കാരണം ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ ഒരു സീസണിൽ മാത്രം കിട്ടുന്ന ഒരു പുഴുവാണ്. ഈ പുഴു മരിച്ചിട്ടാണ് ഈ യാർസ ഗുംബ അല്ലെങ്കിൽ കീടാ ചെടി രൂപപ്പെടുന്നത്. കാറ്റർ ഫില്ലർ ഫംഗസ് എന്ന് പറയും. ഇതൊരു പുഴുവിനെ ബാധിക്കുകയും പുഴു മരിച്ചിട്ട് അതിൻ്റെ തലയിലൂടെ തണ്ടായി വരുന്നതിനാണ് യാർസ ഗുംബ എന്ന് പറയുന്നത്. ഈ വേരിന് ശരീരത്തിന് അത്രമാത്രം അതായത് എനർജി കൊണ്ടുവരാൻ സാധിക്കും. അവിടുത്തെ ആൾക്കാർ ഇത് മദ്യത്തിലിട്ട് കഴിക്കും തണുപ്പാകുമ്പോൾ. കാരണം -40 -20 പിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് അത് അവർ അയച്ചു കൊടുക്കും. ഇപ്പോൾ എനിക്ക് പോയിട്ട് ആ സാധനം എടുക്കാൻ കഴിയില്ല, കാരണം അത് ഇല്ലീഗലാണ്. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. യാർസ ഗുംബ തുറു ചൂക്ക് എന്ന് പറഞ്ഞൊരു കായുണ്ട്. നമ്മളെ ചെക്കിപ്പഴമൊക്കെ ഇല്ലേ, ചെക്കിപ്പഴത്തിൻ്റെ അത്രയുള്ള കായാണ്. കാണുമ്പോൾ ചെറിയൊരു കായാണ്, പക്ഷേ 1 കിലോന് 2000-3000 രൂപ വില വരുന്നുണ്ട്. ശരീരത്തിലുള്ള ഷുഗറിനെ എടുത്ത് കളയാൻ ഈ തുറു ചൂക്ക് എന്ന് പറയുന്ന കായ്ക്ക് സാധിക്കും. ഗന്ത്രാണി എന്ന് പറഞ്ഞൊരു വേരുണ്ട്. ഈ വേര് നമ്മുടെ ശരീരത്തിലെ മുടിയൊക്കെ ഇല്ല, കൊയിന് പോയാൽ മുടി കൊഴിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ മെഡിസിനാണ്. ഇതൊക്കെ ഉള്ളത് ഈ ഒരു സ്ഥലത്താണ്. ഇതെടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഗ്രാമവാസികൾ വലിയ താഴ്വരകൾക്ക് മുകളിൽ പോയി താമസിക്കുന്നത്. അവരതിൻ്റെ കൂടെ ആട്ടിനെ വളർത്തിയും കൃഷി ചെയ്തൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. ഈ 6 മാസം ഇവർ തിരിച്ചു വരുമ്പം ഇവരാരും ഈ പൈസ കൊണ്ട് വലിയ ജീവിതമൊന്നും നയിക്കുന്നില്ല. ആ ഗ്രാമത്തിൽ തന്നെ വീണ്ടും ആ ഗ്രാമം കൊണ്ടുവരാൻ മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഗംഗോത്രി ട്രക്കിംഗ് ആണെന്ന് തോന്നുന്നു ഏറ്റവും അഡ്വഞ്ചറായിട്ട് ഈ ട്രക്കിംഗ് ആണോ ഏറ്റവും അഡ്വഞ്ചറായിട്ട് ഫീൽ ചെയ്തത്? മൗണ്ട് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പും ഗംഗോത്രി ആണെന്ന് പറയാം. ഓക്കെ. മൗണ്ട് എവറസ്റ്റിൻ്റെ യാത്ര തണുപ്പിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡും -45 പറയുന്നത് മനുഷ്യൻ മരിച്ചു പോകുന്നൊരു കാലാവസ്ഥയാണ്. ആ സമയത്തും നമ്മുടെ ഇന്ത്യൻ ആർമിയിലെ ഉദ്യോഗസ്ഥരൊക്കെ നമ്മൾക്ക് വേണ്ടി സിയാച്ചിൻ ഗ്ലേസിയറിലൊക്കെ കാവൽ നിൽക്കുന്നുണ്ട് കൂടി നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. അവരൊക്കെ ആയുസ് കുറയും ആ തണുപ്പിലൊക്കെ ജോലി ചെയ്താൽ. അതേ സമയത്ത് ഗൈഡൊന്നും ഇല്ലാതെ ഞാനൊരു യാത്ര ഒരു ഭാഗത്തൂടെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നോട് ആ സമയത്ത് എനിക്ക് ആർമിയിൽ ഉള്ള സുഹൃത്തുക്കൾ മെസ്സേജ് അയക്കും, ഒരിക്കലും ചെയ്യരുത്, എല്ലുകൾ നമ്മളെ ഷൈറ്റ് പോകും, സംസാരിക്കാൻ പറ്റാണ്ടായി പോകും തണുപ്പ് കാരണം, വായു കോച്ചി പിടിച്ചിട്ട്. ഞാൻ എവറസ്റ്റ് യാത്രയിൽ തളർന്ന് വീണിട്ടുണ്ട്. 1/2 മണിക്കൂറോളം ഒരു വഴിയിൽ വീണിട്ട് ആരുമില്ല, ആരും വരാനില്ലല്ലോ ഈ പാതകളിലൊന്നും, മൊത്തം തണുപ്പല്ലേ. 1/2 മണിക്കൂറോളം വീണിട്ട് പിന്നെ എനിക്കൊരു എനർജി കിട്ടുമ്പോൾ തിരിച്ച് വീണ്ടും നടന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിനൊക്കെ മൗണ്ട് എവറസ്റ്റ് യാത്രയിൽ 2000 രൂപയ്ക്കാണ് ഒരു ചോറും കറിക്ക് ഇന്ത്യൻ പൈസ വരിക. അത് ഹൈ ആൾട്ടിറ്റ്യൂഡിലെ ഗൊരക്ഷേപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്, ലാസ്റ്റ് ഗ്രാമം. 2000 രൂപ കൊടുത്ത് നിങ്ങളാരെങ്കിലും ചോറും കറിയൊക്കെ കഴിക്കോ? സാധിക്കില്ല അല്ലേ.
പക്ഷേ അവിടെയുള്ള മനുഷ്യർക്കില്ലേ മനുഷ്യപ്പറ്റുണ്ടെന്ന് പറയാം. കാരണം എന്നെ ഒരാളും ടൂറിസ്റ്റായിട്ട് കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. എന്നെ എല്ലാവരും ഒരു ടൂറിസ്റ്റായി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ 3 വർഷം യാത്ര ഒരിക്കലും നീണ്ടു പോകില്ല. ഒറ്റക്കൊരാൾ എവിടുന്നോ വരുന്നു, അവനും ഒരു അമ്മയുണ്ട്, അവനൊരു അച്ഛനുണ്ട്, നമ്മളെപ്പോലത്തെ ഒരു മോൻ നടന്നു വരുന്നുണ്ടല്ലോ, ആ രീതിയിലാണ് കേട്ടോ എന്നെ എല്ലാവരും കണ്ടത്. ഒരു പക്ഷേ അങ്ങനെയുള്ള നല്ല നല്ല അച്ഛനമ്മമാർ ഇപ്പോഴും ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ എന്നെ ഓർത്തിരിക്കുന്നുണ്ട്, ഞാൻ അവരെ ഓർത്തിരിക്കുന്നുണ്ട്. ഒരു ഓർമ്മകൾ പോലെ പറയാം. അല്ല, അതാണ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ വന്നത്. അതായത് പലപ്പോഴും ഞാൻ യാത്ര ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, അതായത് ഒരു സ്ഥലത്ത് വീണ്ടും എന്നെ പോകാൻ പ്രേരിപ്പിക്കുന്നത് ഒരിക്കലും ആ സ്ഥലം മാത്രമല്ല, അവിടെ കണ്ടുമുട്ടുന്ന ചില മനുഷ്യരും കൂടെയാണ്. അങ്ങനെ ഇത്രയും ഇപ്പോൾ 3 വർഷം യാത്ര ചെയ്തല്ലോ, ഈ 3 വർഷത്തെ യാത്രയിൽ ഒരുപാട് മുഖങ്ങളെ കണ്ടു കാണും, ഒരുപാട് മനുഷ്യരെ ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടാവും. ഇന്നും രാത്രി കിടക്കാൻ നേരത്ത് സൂക്ഷിക്കുന്ന ഒരു ഫാമിലി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മുഖമുണ്ടെങ്കിൽ ആരായിരിക്കും? എന്താണ് അതിൻ്റെ റീസൺ? തീർച്ചയായിട്ടും. കാരണം ഞാനിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ പുതിയ മുഖങ്ങളാണ്. നാട്ടിൽ വന്ന ശേഷം വ്യത്യസ്തമായ മനുഷ്യരാണ്. പല പല ക്വസ്റ്റ്യൻസൊക്കെയാണ് ഞാൻ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഓർമ്മകളിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് കേട്ടോ. എല്ലാവരും എനിക്ക് പ്രധാനപ്പെട്ടതാണെങ്കിലും നേപ്പാളിലെ ഷെയ്പോക്സുണ്ടോ എന്ന് പറഞ്ഞൊരു നാഷണൽ പാർക്കുണ്ട്. ഏറ്റവും വലിയൊരു നാഷണൽ പാർക്കാണ് ഷെയ്പോക്സുണ്ടോ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അവിടുത്തെ ഗ്രാമവാസികളുടെ മുഖം ഇന്ന് എനിക്കുണ്ട്. എന്താ വിചാരിച്ചാൽ എന്നെ വീണ്ടും അവർ അന്വേഷിച്ച് വരും. ഞാനൊരു ഗ്രാമത്തിൽ പോയി ടെൻ്റ് അടിച്ചിട്ട് ഇവർ എനിക്ക് വേണ്ടി 8 മണിക്കൂർ കുടുംബത്തോടൊപ്പം വന്ന് എന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടി, ഒരു ഗൈഡിനെ പോലെ അവൻ ജീവിച്ചിരിപ്പുണ്ടോ. തീർച്ചയായിട്ടും എന്നോട് വന്നിട്ട് ചോദിക്കുവാണ് ജീവിച്ചിരിപ്പുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നതെന്ന്. കാരണം ഇതിലൂടെയൊന്നും ഗ്രാമവാസികൾ പോലും തനിച്ച് പോയിട്ടില്ല എന്ന് അവർ പറഞ്ഞപ്പം എനിക്ക് പേടിയായി. കാരണം വൈൽഡ് ആനിമൽസിൻ്റെ സ്ഥലമാണ്. ഒരു ആരും അല്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുടുംബം 8 മണിക്കൂറൊക്കെ മല കയറി വന്നിട്ട് നമ്മളോട് അന്വേഷണം പറയുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഭൂമിയിൽ ഏറ്റവും വലിയ ദൈവം എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സഹായിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെയാണ് ദൈവം ഉള്ളത്. നമ്മളെ ഓർത്തിരിക്കാൻ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അതൊക്കെ ദൈവമാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ദൈവം എന്ന് പറയാം. അവരെ എനിക്ക് എന്നും ഓർമ്മയുണ്ട് കേട്ടോ. കാരണം എന്നിട്ടും എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ഇനി പോകരുത്, മഞ്ഞ് വീഴും, ഇനി പോയാൽ മരിച്ചു പോകും, നിന്നെ കാത്തിൻ്റെ വീട്ടിൽ അമ്മയില്ലേ, ഇതൊക്കെ അവർ പറയുമ്പം ആരാണ്, എന്തിനാണ് ഇവരെൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവന് വേണ്ടിയിട്ട് അവരെ യാത്ര ഒരു 5-6 ദിവസം മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ പിറ്റേ ദിവസം അവിടെ പെയ്തത് വലിയ സ്നോയാണ്, ഒരു വീട് മൂടുന്ന സ്നോ. ഞാൻ കയറി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് മുമ്പിൽ സംസാരിക്കുന്ന ഞാനെന്ന വ്യക്തി ഇന്നുണ്ടാവില്ല കേട്ടോ. ഒരു വീട് മൂടി പോകുന്ന സ്നോ എന്ന് പറയുന്നത് -20 എന്ന ടെമ്പറേച്ചറിലാണ്. എവിടെയും താമസിക്കാൻ പറ്റാത്ത സ്ഥലത്ത് മണ്ണിട്ട വീടുകളിലാണ് ഇവർ താമസിക്കുന്നത്, കല്ല് കെട്ടിയിട്ട്. അതായത് തണുത്ത കാലാവസ്ഥേനൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയുള്ള വീടുകളെന്ന് പറയാം. അവരെ പോലെയുള്ള കുറേ മനുഷ്യർ, ധാരാളം കഥകൾ പറയാനുണ്ട്. പക്ഷേ നമുക്ക് കുറച്ച് സമയം തന്നിട്ടുള്ളൂ. ഈ സമയത്തിൽ പറഞ്ഞാൽ കുറേ പ്രോഗ്രാംസൊക്കെ നടക്കാനുള്ളതല്ലേ. ബിബിൻ, ഇപ്പോൾ ചിത്രം പറഞ്ഞപ്പോഴാണ്, അതായത് ആ ഒരു ആട്ടിടയൻ ആടിനെ കൊണ്ടുപോകുന്ന ആ കാഷ്ടം കണ്ടിട്ട് അങ്ങനെ വഴി കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എല്ലാവരോടും ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് നമ്മൾ കാട്ടിലൊക്കെ പോകുമ്പോൾ അനിമൽസിനെ കണ്ടില്ലെങ്കിൽ അനിമൽസ് ഇല്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പൊതുവെ. എന്നാൽ ഒരു കാട്ടിൽ അനിമൽസ് ഉണ്ടെന്നുള്ളത്, ഇപ്പോൾ ആനയുണ്ട്, കാട്ടുപോത്തുണ്ട്, ടൈഗർ ഉണ്ടെന്നൊക്കെ ഉള്ളത് നമുക്ക് ഏതൊക്കെ രീതിയിൽ മനസ്സിലാക്കാമെന്നുള്ളതോടെ ബിബിൻ ഒന്ന് പറ. കാട്ടിലെ ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് കടുവയുടെയൊക്കെ ആണെങ്കിൽ പഗ്മാർക്ക്, അതായത് കടുവയുടെ കാൽപാദം പതിഞ്ഞത്, ഇപ്പം നനഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിലാണെങ്കിൽ അത് നടന്നു പോകുമ്പോഴത്തേക്കും കാല് നന്നായിട്ട് പതിയും. അതുപോലെ കടുവ പോകുന്ന സ്ഥലത്തൊക്കെ ഒരു സ്വഭാവമുണ്ട്, നമ്മുടെ പൂച്ചയും പട്ടിയൊക്കെ കണ്ടിട്ടില്ലേ, അത് പറഞ്ഞ പോലെ അത് മാന്തി വെക്കുകയും അവിടെ യൂറിൻ പാസ് ചെയ്ത് പോവുകയും ചെയ്യും. ടെറിട്ടറി മാർക്കിംഗ് എന്ന് പറയും. പിന്നെ പോകുന്ന മരത്തേൽ വലിയ രീതിയിൽ മാന്തി വെക്കും. അപ്പം ഫ്രഷായിട്ട് മാന്തിയതാണെങ്കിൽ, അല്ലെങ്കിൽ നിലത്ത് ഫ്രഷായിട്ട് മാന്തിയതാണെങ്കിൽ, പഗ്മാർക്ക് ഫ്രഷ് ആണെങ്കിൽ, ഫ്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നു പോകുന്ന കാൽപാദം ചെളിയിൽ അന്നേരം പതിഞ്ഞാണെങ്കിൽ നമുക്കറിയാമല്ലോ, അധികം നേരമായിട്ടില്ല, ചെളി ഉണങ്ങിയിട്ടില്ല, വെള്ളം മാറിയിട്ടില്ല. അതുപോലെ പൊടിയിലാണെങ്കിൽ, പൊടിയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ പഗ്മാർക്ക് ഇത്. പിന്നെ ഇത് കൂടാതെ തൊട്ടടുത്ത് ഇതുപോലെ പ്രഡേറ്റേഴ്സായിട്ടുള്ള ആനിമൽസിൻ്റെ പ്രസൻസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള വേറൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അലാം കോൾസ്. അതായത് ഈ പ്രഡേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇര പിടിക്കുന്ന ആനിമൽസ്, പിന്നെ അതിൽ ഇരകളായിട്ട് വരുന്ന മാന്, കാട്ടുപോത്തുകൾ, ലങ്കൂർ, അങ്ങനെയുള്ള ആനിമൽസൊക്കെ ഈ പ്രഡേറ്റേഴ്സായിട്ടുള്ള ആനിമൽസിനെ കാണുമ്പോഴത്തേക്കും സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഓരോ ആനിമൽസും സൗണ്ട് ഉണ്ടാക്കുന്ന ഓരോ രീതിയിലാണ്. അപ്പോൾ അതിനാണ് അലാം കോൾ എന്ന് പറയുന്നത്. അപ്പോൾ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും അലാം കോൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അവിടെ ഈ പ്രഡേറ്റേഴ്സിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളത്. അപ്പം
ചില പ്രത്യേക ആനിമൽസ്, ഇപ്പം ലംഗൂർസ് ഒക്കെ സൗണ്ട് ഉണ്ടാക്കുന്ന മിക്കവാറും ലെപ്പേർഡ്സിനെ കാണുമ്പോൾ മാത്രമായിരിക്കും. കാരണം കടുവയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആനിമൽസോ അതിന് ത്രെറ്റല്ല. ലെപ്പേർഡ് മരം കയറും എന്നുള്ളതുകൊണ്ട്, ലെപ്പേർഡ് എന്ന് പറഞ്ഞാൽ പുള്ളിപ്പുലി. അപ്പം അങ്ങനെ നമുക്ക് ഇതുപോലെ പല ആനിമൽസിൻ്റെ അലാം കോൾസ് വെച്ചിട്ട് ഈ പ്രെഡേറ്റേഴ്സിൻ്റെ പ്രസൻസ് അറിയാൻ പറ്റും. പിന്നെ ആനയെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. തൊട്ടടുത്ത് എവിടെന്നെങ്കിലും ഒക്കെ ചില്ല വലിച്ചോടിക്കുന്ന സൗണ്ട്, കമ്പുകളൊക്കെ വലിച്ചോടിക്കുന്ന സൗണ്ട്, അല്ലെങ്കിൽ ചവിട്ടി ഓടിക്കുന്ന സൗണ്ടുകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അതിനടുത്ത് എവിടെയോ ആനയുണ്ടെന്നാണ്. പിന്നെ ആനച്ചൂര്. കാട്ടിൽ കയറുമ്പോഴത്തേക്കും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണും കാതും അതുപോലെ പിന്നെ ഫുൾ ഓപ്പൺ ആയിരിക്കണം, അതുപോലെ മൂക്കും. അപ്പം മണം, അതുപോലെ നമ്മുടെ ഒബ്സർവേഷനാണ് കീ. അപ്പോൾ ഈ ഗൈഡുമാരൊക്കെ ഫ്രണ്ടിൽ പോകുന്നതിനൊരു ഉദ്ദേശം അവർ ഈ സൗണ്ടും അല്ലെങ്കിൽ ഈ മണവും അല്ലെങ്കിൽ ഈ ഒബ്സർവേഷനും കൂടെ വേണ്ടിയിട്ടാണ് അവർ ആദ്യം പോയി അനിമൽസിൻ്റെ പ്രസൻസ് തിരിച്ചറിയുന്നത്. പിന്നെ ആനയുടെ ഇതുപോലെ കമ്പടിച്ചിരുന്ന പോലെ ആനയുടെയും കാൽപാദം, ആന അത്രയും വെയിറ്റുള്ള ജീവിയാണല്ലോ. അപ്പോൾ അത് നിലനിന്ന് പോകുന്ന ഭാഗത്ത് തീർച്ചയായും കാൽപാദങ്ങൾ പതിയും. അപ്പോൾ അത് പുതിയതാണോ, പിന്നെ ആനപ്പിണ്ടം, ഇതൊക്കെ വെച്ചിട്ട് ആനയെ തിരിച്ചറിയാം. അങ്ങനെ ഓരോ ആനിമൽസിനെയും അതിൻ്റെ പ്രസൻസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോരോ രീതികളുണ്ട്. കരടിയൊക്കെ പോകുന്ന സ്ഥലത്ത്, ഈ കരടി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം മാന്തിയാണ് പോകുന്നത്. കാരണം നിലത്തുനിന്ന് ചെതൽപ്പുറ്റൊക്കെ ആണെങ്കിൽ അത് മാന്തി, അതിൻ്റെ വലിയ നഖങ്ങൾ കൊണ്ട് മാന്തി എടുത്തിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറേ സയൻസ് ഒക്കെ നോക്കിയിട്ടാണ് ആനിമൽസിൻ്റെ പ്രസൻസ് അറിയുന്നത്. അപ്പം നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മളൊന്നും കണ്ടില്ലെങ്കിൽ അവിടെ ഇല്ല എന്നല്ല അതിനർത്ഥം, നമ്മൾ കണ്ടില്ല എന്ന് മാത്രമാണ് അതിനർത്ഥം. റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു ബിബിന് അങ്ങനെ ഒരു കമൻറ്റ് തന്നെ വന്നെന്ന് തോന്നുന്നു അല്ലേ? അതായത് ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ പോയിട്ട് ഇയാൾ പറയുന്നതൊക്കെ കള്ളമാണ്, ഞാനിവിടെ ഒരു പുലിയെ പോലും ലെപ്പേർഡിനെ പോലും കണ്ടില്ലെന്ന്, അതോ ടൈഗറിനെ പോലും ഒന്നും കണ്ടില്ലെന്ന്. അതായത് കമൻറ്റ് എന്തായിരുന്നു ഒന്ന് പറഞ്ഞു. ഇവിടെ കടുവയൊന്നുമില്ല, ബന്ദിപ്പൂർ ഒരു വീഡിയോയുടെ കീഴെ വന്നിരിക്കുന്നത്. ഇവിടെ കടുവയൊന്നുമില്ല, ഇയാൾ കള്ളം പറയുന്നതാണ്, ഇയാൾ വേറെ എവിടെ നിന്നൊക്കെയോ ക്ലിപ്പ് എടുത്തിട്ട് ഇട്ടേക്കുന്നതാണ്. ഇവിടെ കടുവയില്ല, ഇത് കണ്ടിട്ട് ആരും അങ്ങോട്ട് പോകരുത്, ഞാൻ അവിടെ പോയിട്ട് എനിക്ക് കടുവയെ കിട്ടിയില്ല, അതാണ് പുള്ളി പറഞ്ഞ റീസൺ. അല്ല, അങ്ങനത്തെ കമൻറ്റ്സ് വരാറുണ്ട് പൊതുവേ. പക്ഷേ അതിനെക്കുറിച്ച് വലുതായിട്ട് അറിയത്തില്ലാത്തത് കൊണ്ട് ഇടുന്നതാണ്. അപ്പോൾ അവർ വിചാരിക്കുന്നത്, ഞാൻ മിക്ക വീഡിയോസിലും പറയാറുണ്ട്, നമ്മൾ ചെല്ലുമ്പോഴേ ഇതിനെ കിട്ടണം എന്നില്ല. അത് ചിലപ്പം നമ്മളുടെ ആ ഒരു ലക്ക്, ഞാൻ മുന്നേ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ നമ്മൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് സൈറ്റിങ്സിൻ്റെ ഏറ്റവും വലിയ ഒരിത്. പിന്നെ ഒബ്സർവേഷനും. അപ്പം ഈ മൂന്നും കൂടെ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ലക്കില്ലാത്തൊരു സമയത്തായിരിക്കും, ആനിമൽസ് അവിടെ ഇല്ലാത്ത സമയത്താണ് നമ്മളതിലേ പാസ് ചെയ്തത്. നമ്മൾ പാസ്സായ പുറകെ അതിലേ ക്രോസ് ചെയ്തിട്ടുണ്ടാവാം, കണ്ടില്ല എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അവിടെ ആനിമൽ ഇല്ല എന്നതിന് അർത്ഥമില്ല. യെസ്. അപ്പോൾ പൊതുവേ നമ്മുടെ എല്ലാവരുടെയും ഒരു ധാരണയാണ് കാട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ വൈൽഡ് ആനിമൽസിനെ ഒന്നും കണ്ടില്ലെങ്കിൽ അവിടെ ഒന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇനി കാട്ടിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു കാര്യം കൂടിയാണ്. അതായത് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ഷാർപ്പായിരിക്കണം. നമ്മൾ കണ്ണിലൂടെയും കാതിലൂടെയും മൂക്കിലൂടെയും ഒക്കെ നമുക്ക് അനിമൽസിനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് ഓരോ അനിമൽസിനെയും. അപ്പോൾ ഇനിയും നിങ്ങളൊക്കെ പോകുമ്പോൾ നേരെ മാത്രമല്ല താഴെയും നോക്കുക, മരത്തിൻ്റെ മുകളിലും നോക്കുക, എല്ലായിടത്തും നോക്കി പോയാലാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത്. ഇനി എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ പലപ്പോഴും നമുക്ക് കാട്ടിലേക്ക് കയറുമ്പോൾ ഒരുപാട് നമുക്ക് ലൈഫ് കയ്യിൽ നിന്ന് പോയെന്ന് പറയുന്നൊരു സിറ്റുവേഷൻ വരും. അതായത് ചിലപ്പോൾ ആന ചാർജ് ചെയ്യുന്നതാവാം, ചിലപ്പോൾ ടൈഗറിൻ്റെ മുന്നിൽ പെട്ടിട്ടുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണ്? ഉണ്ട്. ഞാൻ ഇതുവരെ കാട്ടിൽ കയറിയിട്ട് ഒരുപാട് സ്ഥലത്ത് ഞാൻ കടുവയെ കണ്ടിട്ടുണ്ട്. പക്ഷേ ട്രെക്കിംഗ് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു തവണ മാത്രമേ കടുവയെ കണ്ടിട്ടുള്ളൂ. നടന്നു പോകുമ്പോൾ ഒരു 30 മീറ്റർ ദൂരത്തിൽ പറമ്പിക്കുളത്ത് വെച്ചിട്ട് ഒരു ട്രെക്കിങ്ങിൽ കടുവയെ കണ്ടതുപോലെ. അത് ശരിക്കും പറഞ്ഞാൽ ലൈഫ് പോകുന്ന ഒരു മൊമെൻ്റ് ഒന്നുമല്ല, അത്ര ത്രെറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ആദ്യമായിട്ടാണ് കടുവയെ നേരിട്ട് നടന്നു പോകുമ്പോൾ കാണുന്നത്. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഡേഞ്ചറസ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ അല്ല. കാരണം അത് സേഫായിട്ടുള്ള ഡിസ്റ്റൻസാണ്. 30 മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ സേഫ് ഡിസ്റ്റൻസാണ്. 30-50 മീറ്റർ ഉണ്ടാവും. അപ്പം ആ ഡിസ്റ്റൻസിൽ കടുവ നമ്മളെ കണ്ടാൽ കടുവ മാറിപ്പോവുള്ളൂ. അന്ന് അവിടെ കടുവ ചെയ്തു, അതാണ് ആകെയുള്ളൊരു സങ്കടം. ആ സമയത്ത് ഒരു 3-4 സെക്കൻഡേ കിട്ടിയുള്ളൂ, എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഓക്കെ. സ്റ്റേജിലിരിക്കുന്ന ആർക്കെങ്കിലും ധാരാളം സംശയങ്ങളുണ്ടാവും, ചോദിക്കാം. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ. വിപിനോടാണ്. വിപിൻ, ഈ കേരളത്തിലെ ഏറ്റവും വലിയൊരു വിഷയം ഇപ്പോൾ ഈ മനുഷ്യ വന്യജീവി സംഘർഷം വലിയ വിഷയമാണല്ലോ. അപ്പോൾ വിപിൻ കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് മറ്റ് സ്ഥലങ്ങളിൽ മാനേജ് ചെയ്ത് അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മാനേജ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെ? ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ മാത്രമുള്ളൊരു വിഷയമല്ല. ഇത് മനുഷ്യരും മൃഗങ്ങളും ഉള്ള എല്ലാ സ്ഥലത്തും ഉള്ള ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് മനുഷ്യരും മൃഗങ്ങളും അടുത്തടുത്ത് അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വാൽപ്പാറ, അതുപോലെ മസിനഗുഡി ഏരിയയൊക്കെ നമുക്കറിയാം. കാടിന് നടുക്കുള്ള ഗ്രാമങ്ങളും അല്ലെങ്കിൽ ഇത് ഇടപഴകി കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. വാൽപ്പാറയാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ പുലി പിടിച്ചുകൊണ്ട് പോകുന്ന സ്ഥലം. കാരണം അവിടെ ഒരുപാട് ലെപ്പേർഡ്സ് ഉണ്ട്. അപ്പം ഈ ഒരു കോൺഫ്ലിക്റ്റ് എല്ലായിടത്തും ഉണ്ട്. അത് മാനേജ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയുണ്ട്. കാരണം പിന്നെ ഈ പറഞ്ഞ ഫോറസ്റ്റിന് മുഴുവൻ ഫെൻസിങ് കെട്ടി
അതിനെ കാടിനെയും നാടിനെയും തമ്മിൽ വേർതിരിക്കുക എന്നുള്ളത് ഒരു പരിധിയിൽക്കപ്പുറം പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാടിനകത്തുള്ള ഇൻവേസീവ് സ്പീഷ്യസ്, അതായത് അധിനിവേശ സസ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഈ കാലാവസ്ഥ വ്യത്യാസം കാരണം അതുങ്ങൾക്ക് വേണ്ട തീറ്റ, വെള്ളം വേണ്ടത്ര ഇല്ലാതെ വരുന്നത് ആണ് ഒരു റീസൺ. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കണ്ടെത്തി അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും വലിയ പോംവഴി. അപ്പോൾ ഈ അധിനിവേശ സസ്യങ്ങൾ നശിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനമാണ്. നമ്മൾ ഉൾക്കാടുകളിലൊക്കെ പോകുമ്പോൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഇത് ഒരു ഏരിയ മുഴുവൻ, ഒരു ഏരിയ എന്നല്ല, കാടിൻ്റെ ഭൂരിഭാഗം ഏരിയയും ഈ ഇൻവേസീവ് സ്പീഷീസ് ആയിട്ടുള്ള സസ്യങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ച, അതുപോലെ പിന്നെ കൊങ്ങിണി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത് വളരുന്ന സ്ഥലത്ത് വേറെ ഒന്നും വളരത്തില്ല. അപ്പം ഈ മാൻ പോലുള്ള ആനിമൽസിനുള്ള തീറ്റയില്ലാതെ പോകും, ആനയ്ക്കുള്ള തീറ്റയില്ലാതെ പോകും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് പുറത്തേക്ക് ഇറങ്ങും. അതിനെ ഫോളോ ചെയ്ത് പ്രഡേറ്റേഴ്സ് ആയിട്ടുള്ള ആനിമൽസും പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ തീറ്റയില്ലാതെ ആനിമൽസ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കോൺഫ്ലിക്റ്റ് കൂടുതലുണ്ടാവാനുള്ള സാധ്യത. വേറെയും ഒരുപാട് റീസൺസ് ഉണ്ട്. അതുപോലത്തെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കുറയ്ക്കാനുള്ള ഒരു പ്രധാന മാർഗ്ഗം. പിന്നെ ഫെൻസിങ് ഒക്കെ, കൂടുതൽ ജനവാസ മേഖലയുള്ള സ്ഥലങ്ങളിലൊക്കെ ഫെൻസിങ് കെട്ടി കാട് വേർതിരിക്കുക എന്നുള്ളതും പിന്നെ ഒരു പോംവഴിയാണ്. പക്ഷേ മുഴുവൻ കാടിനും അത് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല. നമ്മുടെ എല്ലാ അവയവങ്ങളും ഒബ്സർവേഷൻ ചെയ്യണമെന്ന് പറയുന്ന പോലെ മൃഗങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള സ്മെല്ലിംഗ് കപ്പാസിറ്റി, ഒബ്സർവേഷൻസും കാണുമല്ലോ. ഉണ്ട്. അപ്പം നമ്മുടെ സാന്നിധ്യം അവർക്കും അറിയാമായിരിക്കും, റഡാർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പോലെ. തീർച്ചയായിട്ടും. അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? പിന്നെ വേറൊരു കാര്യം, ഭാഷ എങ്ങനെ മാനേജ് ചെയ്യും? ഇത് താങ്കളുടെ കാര്യത്തിലെ ഭാഷയുടെ കാര്യം. പിന്നെ ആഹാരം 3 പ്രാവശ്യം ഒരു ദിവസം 3 തവണ കിട്ടിയെന്നും ഇരിക്കില്ല, ജലവും അതുപോലെ. ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും? ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം, ആനിമൽസ് നമ്മളെ സാന്നിധ്യം അറിയുമോ എന്നുള്ളതല്ലേ. അത് തീർച്ചയായിട്ടും അറിയും. ഒട്ടുമിക്ക ആനിമൽസും നമ്മൾ അതിനെ കാണുന്നതിന് മുന്നേ അവർ നമ്മളെ കാണും. അപ്പോൾ അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഞാൻ മുന്നേ പറഞ്ഞ സേഫ് ഡിസ്റ്റൻസിൻ്റെ കാര്യമുണ്ടല്ലോ. ഈ ആനിമൽസ് നമ്മളുടെ ആനയൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ദൂരത്തിൽ നിന്ന് തന്നെ സൗണ്ട്, കാലിങ്ങനെ പൊക്കി പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും കാട്ടാനകൾ, ചിലപ്പം വീഡിയോസിലോ അല്ലെങ്കിൽ നേരിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് ഈ ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി സെൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ദൂരെ നിന്ന് ആനിമൽസോ അല്ലെങ്കിൽ ആൾക്കാരോ എന്തെങ്കിലും ഒരു കാൽപാദമോ ഒക്കെ അതിൻ്റെ ഒരു സൗണ്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രകമ്പനമോ അത് പിടിച്ചെടുക്കും. അപ്പോൾ അത് ദൂരെ നിന്ന് തന്നെ ബാക്കിയുള്ള അല്ലെങ്കിൽ വേറൊരു ഇതിൻ്റെ സെൻസ് അല്ലെങ്കിൽ പ്രസൻസ് മനസ്സിലാക്കും. അതുപോലെ ആനയ്ക്ക് നല്ല പിന്നെ മണം പിടിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ കാറ്റൊക്കെ നമ്മൾ നടക്കുന്ന സമയത്ത് ആന നിൽക്കുന്ന സ്ഥലത്തേക്കാണ് കാറ്റ് വീശുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രസൻസ് നമ്മൾ അറിയുന്നതിന് മുന്നേ ആനയെ അറിയും. അത് ആന, ടൈഗർ, ഇങ്ങനെയുള്ള ഏത് ആനിമൽസ് ആണെങ്കിലും നമ്മുടെ മനുഷ്യരുടെ പ്രസൻസ് ഇത് ദൂരെ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മാറിപ്പോകും. ഞാൻ മുന്നേ ആദ്യം പറഞ്ഞതുപോലെ സർപ്രൈസ് ആയിട്ട് ഇതിൻ്റെ മുന്നിൽ ചെന്ന് പെട്ടാൽ മാത്രമാണ് ഇത് ചാർജ് ചെയ്യുകയോ അറ്റാക്ക് ചെയ്യുകയോ ചെയ്യുന്നത്. അതുകൊണ്ട് ആനിമൽസ് നമ്മളെ ആദ്യം കണ്ടാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, അത് നിങ്ങൾ മാറിപ്പോക്കോളൂ. എന്തായാലും നല്ല ചോദ്യമാണ് കേട്ടോ. ഭാഷേൻ്റെ കാര്യം പറയാം. ആദ്യം നാട്ടിൽ വിട്ടു പോകുമ്പം എനിക്കറിയുന്ന ഭാഷ മലയാളം മാത്രമായിരുന്നു. പിന്നെയുള്ള ഭാഷ ആംഗ്യ ഭാഷയായിരുന്നു. കൈ കൊണ്ട് എല്ലാവരും താറ്റ പറയുക, ഇങ്ങനെ ആക്കുക, ഇതായിരുന്നു 3 ആംഗ്യ ഭാഷകൾ ഉപയോഗിക്കും. എന്തിനും ആംഗ്യ ഭാഷകളായിരുന്നു. അതായത് ഭാഷ ഒരു പ്രശ്നമായിട്ട് എൻ്റെ യാത്രയിൽ എനിക്ക് എവിടെയും ഫീൽ ചെയ്തിരുന്നില്ല. ഒരു 2-3 മാസം ആദ്യമായിട്ടുള്ള യാത്ര പോകുന്നത് കേരളത്തിൽ നിന്നും. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ഒരാളെ കണ്ട ഏട്ടാന്ന് വിളിക്കുക, ഏട്ടാ ചായ കുടിച്ചോ, ചായ തരുമോ. ഹിന്ദിക്കാരുടെ അടുത്ത് പോയിട്ട് ഏട്ടാന്ന് വിളിക്കുമ്പോൾ അവർ ക്യാ എന്നൊക്കെ ചോദിക്കും. ഇതെന്താ സംഭവം എന്ന് പോലും അവർക്കറിയത്തില്ല. പിന്നെ മലയാളം എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഇതിവിടെ പറഞ്ഞുകൂടാ, ഇനി പറഞ്ഞാൽ ഇവരെന്നെ ചീത്ത വിളിക്കും. പിന്നെ ഞാൻ സംസാരിക്കണ്ടായി, എനിക്ക് മലയാളം ഇല്ലാണ്ടായിപ്പോയി. ഒരു ദിവസം പോലും മലയാളം പറയാണ്ടിരിക്കുമ്പോൾ ഭയങ്കര മനസ്സിന് വിഷമം തോന്നി തുടങ്ങി. ഇനി എന്താ ചെയ്യുക. അപ്പം അവിടെയുള്ള ആൾക്കാരെ ചായക്കടയിൽ പോയിരിക്കുമ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമല്ലോ. അവർ ബായി എന്ന് വിളിച്ചു തുടങ്ങി. ബായി ചായ് ദേലിയേ, ചായ് പിയോ, ഇങ്ങനെയൊക്കെ അവർ മനസ്സിലാക്കുന്ന ഭാഷയെ ക്യാച്ച് ചെയ്ത് തുടങ്ങി. അത് ലിസൺ ചെയ്ത് ഭാഷ മെല്ലനെ പഠിച്ചെടുക്കുകയോ ചെയ്തത്. എൻ്റെ യാത്രയിൽ മാത്രമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഹിന്ദി എന്ന ഭാഷ പഠിച്ചെടുത്തത് കേട്ടോ. ഭക്ഷണത്തിൻ്റെ കാര്യം, എല്ലായിടത്തും ഭക്ഷണം ഉണ്ടാകില്ല. ഞാനധികം കുക്ക് ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറവാണ്. അധികം ഞാൻ എൻ്റെ ബാഗിൽ സാധനങ്ങളൊക്കെ ക്യാരി ചെയ്ത് തക്കാളി കറിയും ചോറുമായിരിക്കും നിങ്ങൾ എപ്പോഴും കണ്ടിരിക്കുന്നുണ്ടാവുക. അതായിരുന്നു എൻ്റെ ദേശീയ ഭക്ഷണം എന്ന് പറയാം കേട്ടോ, തക്കാളി കറിയും ചോറും. എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ ആൾക്കാർ ഞാൻ പാചകം ചെയ്യുമ്പോൾ കമൻ്റ് ഇടും, ഇന്നും തക്കാളി കറിയും ചോറും അല്ലേ, ഇന്നൊരു ബിരിയാണിയൊക്കെ ആയിക്കോട്ടെ എന്ന് ആൾക്കാർ പറയുമ്പോൾ ഞാൻ ചിന്തിക്കും, അവിടുന്ന് പറയുന്നത് പോലെയല്ലോ ദൈവമേ ഇവിടുത്തെ അവസ്ഥയെന്ന് പറയുന്നത്. പക്ഷേ ആ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ്, മലയാളികൾക്ക് ഒരു നേരം അടുപ്പിച്ച് സെയിം ഭക്ഷണം കഴിക്കാൻ താല്പര്യം കുറവാണ്. എന്നും വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലോ മലയാളികളെന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും തക്കാളി കറിയും ചോറും മുട്ടക്കറിയും ചോറും മാഗിയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായ നിമിഷമായത് കൊണ്ട് അതൊക്കെ പരിഗണിച്ചുകൊണ്ട് എൻ്റെ യാത്ര മുന്നോട്ട് പോയി എന്ന് പറയാം. യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുന്നേ ഉള്ള ചിത്രനും
യാത്രയ്ക്ക് ശേഷമുള്ള ചിത്രം തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ അതൊന്ന് വിലയിരുത്താവൂ. ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം എന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഇൻസൾട്ടുകൾ കണ്ടിട്ട് എനിക്കത് തിരിച്ചു വരാൻ താല്പര്യമില്ല പറഞ്ഞായിരുന്നല്ലോ. ഞാൻ ചെയ്ത എന്നോട് പറഞ്ഞ വാക്കുകൾ ജീവിതത്തിൽ, നിന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കില്ലടാ, നീ ഇന്നെക്കൊണ്ട് ആവില്ല, നിനക്ക് പറഞ്ഞത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ജീവിക്കാനും നിൻ്റെ സ്വപ്നങ്ങൾക്കൊന്നും ആവില്ല എന്ന മനുഷ്യന് മുമ്പിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു വലിയ കയ്യടി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതെനിക്ക് സാധിച്ച ഒരു മൊമെൻ്റാണ് കേട്ടോ. ഞാൻ 3 വർഷം ശേഷം നാട്ടിൽ വന്ന സമയത്ത് എൻ്റെ മൊബൈലിൽ ഇത്രമാത്രം കോൾ വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ പ്രോഗ്രാമിൽ എന്നെ വിളിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഓരോ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ എൻ്റെ കഥകൾ കേൾക്കാൻ വേണ്ടി, കുട്ടികൾക്ക് അതൊക്കെ പകർന്നു കൊടുക്കാൻ വേണ്ടി ഓരോ ആൾക്കാർ വിളിച്ചല്ലോ. ഇതാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു നേട്ടം കേട്ടോ. അതുമാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ വീഡിയോസിൻ്റെ അകത്തൊക്കെ ഈ തുടക്കത്തിൽ പറയുന്ന സുഹൃത്തുക്കളെ എന്ന് പറയുന്ന ആ ഒരു വിളി കേൾക്കുമ്പം തന്നെ ആ നാടിൻ്റെ ഭംഗി, എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളതൊരു കണ്ടൻറ്റ് തുടക്കത്തിൽ തന്നെ തരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു വിളിയിലൂടെ ആ നാടുമായി വളരെയധികം ബന്ധം സ്ഥാപിക്കാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് പെട്ടെന്ന് ആ പ്രദേശം എങ്ങനെയുള്ളതായിരുന്നു ഒരു സ്വപ്നം പോലെ പറയുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അവതരിപ്പിക്കാമോ? ആ വീഡിയോയിൽ പറയുന്ന ആ രീതി ഒന്ന് അവതരിപ്പിക്കാമെങ്കിൽ നല്ലതായിരിക്കും. നിന്നുകൊണ്ട് പറയാം. നിന്നുകൊണ്ട് പറഞ്ഞോ. ഇരുന്നിട്ടൊന്നും വരില്ല, വേണ്ട. സുഹൃത്തുക്കളെ, ഈ ഭൂമി എത്ര മനോഹരമാണ്. നിങ്ങൾ ഈ കാണുന്നത് വലിയ താഴ്വരകളാണ്. മഞ്ഞു പുതച്ച മലകളും താഴ്വരകളും നീല കളറുള്ള നദികളും കാണാൻ എത്രമാത്രം മനോഹരമാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ കിട്ടുന്ന അവസരം വളരെ കുറവാണ്. ആരോഗ്യമുള്ള സമയത്ത് സന്തോഷത്തോടെ ജീവിക്കൂ. ജീവിതം മനോഹരമാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കൂ. പക്ഷെ ഇത് ആർട്ടിഫിഷ്യൽ പോലെ ഉണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. ഒരാൾ ചോദിക്കുന്നുണ്ട്. ഒരാളുടെ ചോദ്യം കൊണ്ട്. ഓക്കെ സാറ്, ബിപിൻ സാറിനോടാണ് എൻ്റെ ചോദ്യം. സാറ്, ഇപ്പം നമുക്ക് വയനാട് ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു സ്ഥലത്ത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകിടം മറിഞ്ഞതുകൊണ്ട് ജനങ്ങൾക്കാകെ കഷ്ടപ്പാടിലായി ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അതിനോടൊപ്പം തന്നെ വയനാട് ജില്ലയെ സംബന്ധിച്ച് വന്യമൃഗങ്ങൾ ധാരാളമായി ഇറങ്ങി ആളുകളെ ആക്രമിക്കുകയും അവരുടെ സ്വൈരവിഹാരം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇതിപ്പം വന്യമൃഗങ്ങൾ കൂടുതലായിട്ട് നാടുകളിലേക്ക് വരുന്നത് പ്രധാനമായിട്ടും അവർക്ക് തീറ്റ കാട്ടിൽ ലഭ്യമല്ലാത്തത് കൊണ്ടാണോ, അതുകൊണ്ടാണോ അവർ കൂടുതലും നാട്ടിലേക്ക് വരുന്നത്? അപ്പോൾ അതിനെക്കുറിച്ചൊരു വിശദമായിട്ടൊരു കാര്യം പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമുക്ക് കാര്യക്ഷമമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും, അങ്ങനെയുള്ള കാര്യം സർക്കാരിനോട് നിർദ്ദേശിക്കാനായിട്ട് ബിപിൻ സാറിന് എന്തെല്ലാം കഴിയുമെന്നുള്ള കാര്യം കൂടി പറഞ്ഞാൽ നന്നായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് അതിൻ്റെ എനിക്ക് പറയാവുന്ന ഒരു ഉത്തരം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കണം. എന്താണ് അവിടുത്തെ ഓരോ സ്ഥലത്തും ഈ ആനിമൽസ് പുറത്തു വരാനുള്ള സാഹചര്യങ്ങൾ വ്യത്യാസമായിരിക്കും. പക്ഷേ വയനാട് കാടുകളിൽ ഞാൻ പോയേക്കുന്നത് സാധാരണ പബ്ലിക്കിന് അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റിന് പോകാവുന്ന സ്ഥലങ്ങളിൽ മാത്രമേ വയനാട് ഞാൻ പോയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കണ്ടിടത്തോളം അവിടെ അധിനിവേശ സസ്യങ്ങൾ വളരെ അധികമായിട്ടുണ്ട്. നമ്മൾ ഇപ്പം മുത്തങ്ങ തോൽപ്പെട്ടിയിലൊക്കെ സഫാരി പോകുന്നവർ കണ്ടിട്ടുണ്ടാവും. അവിടെ മുഴുവൻ ഇപ്പം നമ്മൾ പോയ കാട് കാണാനില്ല. അവിടെ മുഴുവൻ ഈ പറഞ്ഞ കൊങ്ങിണി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ച അങ്ങനത്തെ അധിനിവേശ സസ്യങ്ങളെ കാണാനുള്ളൂ. അപ്പം അതിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇത് ഒഴിവാകും. പിന്നെ ഈ മുറിവേറ്റ അല്ലെങ്കിൽ പ്രായമായ കടുവകളെയൊക്കെ പിടിച്ച് പിന്നെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ മാറ്റുകയാണെങ്കിൽ അതും ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഇതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കൂടുതൽ ആ സ്ഥലത്ത് പോയി അതിനെക്കുറിച്ച് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ റീസൺ, വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പഠിക്കുക എന്നുള്ളതാണ് അതിലെ പ്രധാന കാര്യം. ഹലോ അതായത് ഈ പോകുമ്പോൾ ഒരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു സുഹൃത്ത് തമിഴ്നാട്ടിൽ പോയി. ഒരാടുത്ത് ചോദിച്ചു, മലയാളത്തിൽ പറയുമായിരുന്നു, താങ്കളുടെ സംസാരം ശരിയല്ലെന്ന്. അവനൊരടിയും വെച്ച് കൊടുത്ത്. തമിഴിൽ സംസാരം എന്ന് പറഞ്ഞാൽ ഭാര്യയാണ്. അവൻ്റെ ഭാര്യയെ ഇങ്ങനെ മോശമാണെന്ന് പറഞ്ഞപ്പം ഇതുപോലെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, തല്ലുകൾ കിട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു. എന്നോടാണോ? എന്നെ ചവിട്ടിയിട്ടിട്ടുണ്ട് റോഡിൽ. ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുന്ന സമയത്ത് എനിക്ക് ചായ എങ്ങനെ വാങ്ങേണ്ട അറിയില്ല, എന്താ പറയേണ്ട അറിയില്ല, ബായി എന്ന് പറയാൻ അറിയില്ല. ഞാൻ അവരെ അങ്കിൾ എന്നൊക്കെ വിളിച്ച സമയത്ത് എനിക്ക് ചീത്ത കിട്ടിയിട്ടുണ്ട്. അതായത് അവർക്കില്ലേ ഒരാളെ പ്രായം കൂട്ടി വിളിക്കുന്നത് ഇഷ്ടമല്ല. ഒരു 30-20 വയസ്സിലെ ആളെ അങ്കിൾ എന്ന് വിളിച്ച എന്തായിരിക്കും അവസ്ഥ? അവർക്ക് ഉള്ളിൽ ഫീൽ ചെയ്തു, എന്തിനാണ് ഇവൻ അങ്ങനെ വിളിക്കുന്നത്. പിന്നെ നമ്മുടെ ചോറില്ലേ,
ഞാൻ പറഞ്ഞു നമ്മളെ നാട്ടിൽ ചോറെന്ന് പറഞ്ഞാൽ കള്ളെന്ന് പറയുമ്പം അവർ നമ്മൾ ചീത്ത പറയും. അങ്ങനെയൊന്നല്ല, അത് വേറെ ഇത് വേറെ എന്നൊക്കെ പറയും. ഭാഷ ഇമ്പോർട്ടൻ്റ് ആണ്. 2-3 തവണ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഭാഷയുടെ പ്രശ്നങ്ങളായതുകൊണ്ട് ആരോടും പറയാറില്ല. കാരണം ഇന്ത്യ എന്ന സംസ്ഥാനത്തിൽ, ഇന്ത്യ എന്ന രാജ്യത്തിൽ ധാരാളം ഭാഷകളുണ്ട്. 28 സംസ്ഥാനം ഉണ്ടെങ്കിൽ 28 സംസ്ഥാനത്തിന് വ്യത്യസ്തമായ ഭാഷകളാണ്. അതൊക്കെ ഉൾക്കൊള്ളുമെന്ന് മാത്രമാണ്. എന്തായാലും ഇത്രയും നല്ലൊരു യാത്രയുടെ പുതുവഴികൾ സമ്മാനിച്ചതിന് നമ്മുടെ ബിബിനോടും ചിത്രനോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയപൂർവ്വമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും ഒരുപാട് യാത്ര എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ. ഒപ്പം തന്നെ ഭാഷയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ. അതായത് നമ്മുടെ ഗുരു എന്ന് പറയുന്നത് ശരിക്കും പ്രകൃതിയാണ്. നമുക്കെല്ലാം തരുന്നത് പ്രകൃതിയാണ്. മനുഷ്യൻ സ്വന്തമായി കണ്ടുപിടിച്ച ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അതാണ് ഭാഷ. ആ ഭാഷ ഇല്ലാതെ നമുക്ക് ട്രാവൽ ചെയ്യാം. ഭാഷ അനിവാര്യമല്ല ട്രാവൽ ചെയ്യാൻ എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കി തന്നു. എന്തായാലും ഒരുപാട് യാത്രകൾ ഈ വർഷം എല്ലാവർക്കും നടക്കട്ടെ. എല്ലാ ആശംസകളും.